ഇൻഡോമി നൂഡിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സെക്കൻഡ് ലാർജ് അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് ടോപ്പ് 3 എന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഓൾ ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലെ ഞങ്ങൾ വിശ്വസിക്കുമോ? ഇത് തന്നെയായിരുന്നു ഞാനും അത്ഭുതപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ മൊത്തം ടീമും അത്ഭുതപ്പെട്ട് ഇത് കേട്ടപ്പോൾ. അതിൻ്റെ CEO ആണ് നമ്മളെ കൂടെ. പിന്നെ മൂപ്പർ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് മൂപ്പർ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വെൽക്കമിങ് നദീം ടു ദ ഷോ. താങ്ക് യു. നിങ്ങൾ എവിടെ നിന്നാണ് ആക്ച്വലി ഇത് തുടങ്ങണത്? വേർ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആണ് ഇപ്പം താര എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഐ തിങ്ക് അറൗണ്ട് ഒരു 42 ഇയേഴ്സ് ആയിട്ട് ഫാദർ ബിസിനസ്സിലാണ്. അത് പെരിന്തൽമണ്ണൊക്കെ എല്ലാവർക്കും അന്നും അറിയുന്നുണ്ടാവും. ഡ്രീംസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പോൾ അന്നത്തെ സ്കൂൾ മെയിൻലി ഗിഫ്റ്റ്സ്, കോസ്മെറ്റിക്സ്, ടോയ്സ് ഒക്കെ ഉള്ള ഷോപ്പ്. അന്ന് ഹൈപ്പേഴ്സും സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അന്ന് മെയിൻ നല്ല പെരിന്തൽമണ്ണ അറിയുന്നൊരു ഷോപ്പ്. ഇത് തരുമ്പോഴും അവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ള് കാര്യങ്ങൾ സ്റ്റോക്കൊക്കെ ഓഡിറ്റ് ചെയ്യും. എന്ത് ആയിരുന്നു നമുക്ക് തരുമ്പോൾ എന്നുള്ളത്, ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്നുള്ളത് ആൾറെഡി അത് കാൽക്കുലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ കരിക്കിനെ കുറിച്ചും നിങ്ങളെ ബാക്കിയുള്ള ബ്രാൻഡുകളെ കുറിച്ച് പറഞ്ഞിരി. അത് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് എത്തിയത്? ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവരുടെ എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇവളും എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും എനിക്കും ചെയ്യണം. നമ്മളെ ഒപ്പമുള്ള ആൾക്കാരുടെ വൈബ് അനുസരിച്ച്, മൂഡ് അനുസരിച്ചാണ് നമ്മളെ മെന്റാലിറ്റി വരിക. ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ വാട്ട് വി ഹിയർ, നമ്മൾ എന്താണ് ഓൾവേസ് നമ്മൾ കേൾക്കുന്നത് അത് തന്നെ ആയിരിക്കും നമുക്ക് ഗോ ത്രൂ ചെയ്യാം. You are the average of 5 people around you. Yes. അപ്പോൾ ഇത് കേട്ട് ഐ തോട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്താലോ. ഞാൻ എപ്പോഴും പറയല്, ഈ ഓരോ കസ്റ്റമർ അക്വിസിഷനിലും നമ്മൾ ഓരോ കോസ്റ്റും ശരിക്കും ബേൺ ചെയ്യുന്ന ഒരിക്കലും നോക്കാൻ പാടില്ല കാര്യമില്ല. നമ്മൾ ലോങ് ടേം വിഷനിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ബിസിനസ് പറഞ്ഞാൽ ലോങ് ടേം ആണ്. അത് നമ്മൾ അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത് നടത്തുന്നത്. ഇതിൽ നമ്മൾ ഷോർട്ട് ടേം ഗോൾസും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സേവ് ചെയ്യാന്നുള്ളത് ഒരു എസ്പെഷ്യലി ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബോധേടാവാൻ പാടില്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഇൻഡോമി നൂഡിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സെക്കൻഡ് ലാർജ് അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് ടോപ്പ് 3 എന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഓൾ ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലെ ഞങ്ങൾ വിശ്വസിക്കുമോ? ഇത് തന്നെയായിരുന്നു ഞാനും അത്ഭുതപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ മൊത്തം ടീമും അത്ഭുതപ്പെട്ട് ഇത് കേട്ടപ്പോൾ. അതിൻ്റെ CEO ആണ് നമ്മളെ കൂടെ. പിന്നെ മൂപ്പർ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് മൂപ്പർ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വെൽക്കമിങ് നദീം ടു ദ ഷോ. താങ്ക് യു. വെൽക്കം. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളി. ഷാനു പറഞ്ഞ പോലെ ഇൻഡോമിയൊക്കെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് താര ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ വി ഹാവ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. ഇപ്പോൾ ഇൻഡോമി അതിലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഫഡ്ജ്, പശുമുട്ടായി എന്ന് പറയും. പോളണ്ട് ഫഡ്ജൊക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ. ന്യൂസിലൻഡ് നമ്മളെ പോളണ്ടിന്റെ പശുവിന്റെ ആളുകൾക്ക് എല്ലാവർക്കും പശുമിഠായി എന്നൊക്കെ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ താര തന്നെയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലോജിസ്റ്റിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇ-കൊമേഴ്സിൽ കുറേ പ്രൊഡക്ട്സ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ഒരു ഇ-കൊമേഴ്സിനായിട്ട് തന്നെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ലൈക്ക് അരിക്ക്, എദ്വി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൺ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നിങ്ങൾ ആകെ മൊത്തം ബിസിനസ്സുകാരനാണ്. അങ്ങനല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇത്രയും സാധനങ്ങൾ ചെയ്യല്ലോ. അതായത് അതല്ല, ഇപ്പൊ എന്നോട് ഇപ്പോൾ പലരും ചോദിക്കും, അപ്പൊ ഇല്ലതിൽ ഉറച്ചു നിന്നാൽ പോലെ എന്തിനാ ബാക്കി പുതുതായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്. നമ്മൾക്ക് ഇപ്പൊ അപ്പയം പറയല്ലോ അവരോട്, ഇപ്പൊ യൂസ്ഫലിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും കൊച്ചിയിലൊരു മാളോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊരു മാളോ മാത്രമായിട്ട് നിന്നാൽ മതിയല്ലോ. വേറെ എന്തിനാ ഇത്രയും ബിസിനസ്സും? മേ ബി ഒരാൾക്ക് ജീവിച്ചു പോകാനും മേ ബി ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ബട്ട് ഇതിലടക്കം വലുത് നമുക്ക് എന്തായിരിക്കും, സം സിഗ്നേച്ചർ, വി ഹാവ് ഡൺ സംതിങ് എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടേ ഇരിക്കണം. ഇനി ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും, ഇപ്പൊ ഷാനു പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും പറയലോ, യു ഹാവ് ഡൺ സംതിങ്. പിന്നെ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല, വി ട്രൈഡ്, ദാറ്റ്സ് ഓൾ. നിങ്ങൾ എവിടെ നിന്നാണ് ആക്ച്വലി ഇത് തുടങ്ങണത്? വേർ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആണ് ഇപ്പം താര എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഐ തിങ്ക് അറൗണ്ട് ഒരു 42 ഇയേഴ്സ് ആയിട്ട് ഫാദർ ബിസിനസ്സിലാണ്. അതിൽ മെയിൻലി നമ്മൾ ബേസിക്കലി കൺഫെക്ഷണറി മാനുഫാക്ചർ ആയിരുന്നു. ഇപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ചോലാക്ക് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെയൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡാണ് പണ്ട് ചോലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നു അത്. അന്ന് നമ്മൾ കൺഫെക്ഷണറി പണ്ടത്തെ നമ്മൾ കുക്കീസ് ക്യാൻഡികളും ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ബേക്കറി ഇല്ല. അല്ല, ക്യാൻഡീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹാർഡ് ബോയിൽഡ് ക്യാൻഡീസ് ഒക്കെ ആ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹാർഡ് ബോയിൽഡ് ക്യാൻഡീസ് അങ്ങനത്തെ കുറേ ചോലാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് നമ്മളവിടെ അന്ന് ഫാദർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങി. അന്ന് മേ ബി ഐ തിങ്ക് ഒരു 10-15 വർഷം മുന്നേ ഉള്ള കഥയാണ്. അപ്പം അന്ന് നമ്മളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ആ. അപ്പോൾ അന്ന് അങ്ങനെ തുടങ്ങി. പിന്നെ അതിനുശേഷം അന്ന് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വൈൻഡപ്പ് ചെയ്ത് പിന്നെ അതിനുശേഷം പിന്നെ ഫാദർ ഒറ്റയ്ക്കായിരുന്നു ഫുള്ള് ജേണിയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. പിന്നെ ലെറ്റ്സ് ഞങ്ങളൊരു 2000 പഠിക്കുന്ന കാലത്താണെങ്കിലും ഫാദർ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പാർട്ടിലൊക്കെ എൻഗേജ് ചെയ്യിച്ചിരുന്നു. ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളെവിടേക്ക് പുള്ളി മാർക്കറ്റ് വിസിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും എപ്പോഴും നമ്മൾ ആ ജേണീൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിനും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ +1 പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. അതായത് ഇൻഡിവിജ്വലി ബിസിനസ്സിൽ ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന മാതിരി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാർട്ട് ചെയ്യലെന്നല്ല. ഫാദറിൻ്റെ ഒരു രീതി എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ അതോറിറ്റി ഫുള്ള് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വാട്ട് എവർ പ്രോഫിറ്റ്സ് ഓർ ലോസ് വി വാണ്ട് ടു ടേക്ക് നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ മെയിൻ ബിസിനസ് ഈ കൺഫെക്ഷണറി മാനുഫാക്ചറിങ് ട്രേഡിങ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഫാദർ ഒരു 2001 ആകുമ്പോൾ നമുക്ക് റീറ്റെയിൽ സ്റ്റോർ ഉണ്ട്, ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ. അന്ന് ഗിഫ്റ്റ് കോസ്മെറ്റിക്സ് ടോയ്സ് ഒക്കെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അത് ആദ്യം ഞങ്ങളൊക്കെ അന്നൊക്കെ നമ്മൾ കുട്ടികളാകുമ്പോൾ അത് സ്റ്റാഫുകളാണ്, അവരാണ് മാനേജറൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ബ്രദർ എൻ്റെ മുകളിൽ ബ്രദറും പിന്നെ ഒരു സിസ്റ്ററുമാണ് ഉള്ളത്. ഞാനാണ് ചെറിയ മോൻ. അപ്പോൾ ബ്രദർ വൺസ് ഈ ഗ്രോൺ അപ്പ് ബ്രദറാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇത് നമ്മളെ ബിസിനസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളെ മോർ ദാൻ നമ്മളെ തിയറട്ടിക്കൽ പാർട്ടായിട്ട് ഞങ്ങൾ പ്രാക്ടിക്കാലിറ്റി പഠിക്കുന്ന ഒരു സ്ഥലമായിട്ട്, അതായത് ഫാദർ ഞങ്ങൾക്കായിട്ട് ചെയ്ത നല്ലൊരു കാര്യമാണ്. വാട്ട് വി ആർ ടുഡേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നതും ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. ഡ്രീംസ് ഷോപ്പ് കാരണമാണോ? അതായത് അത് ഞങ്ങൾക്ക് തന്നൊരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടല്ലോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ മേ ബി ഞാൻ പറയപ്പോഴും എന്തെങ്കിലും വലുത് ചെയ്യുന്നതോ ചെറുത് ചെയ്യുന്നതോ അല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് സെൽഫായിട്ട് നമ്മൾ ഡിസ്റ്റൻസും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നതിലുള്ള ഇമ്പാക്റ്റ് ഇറ്റ് വിൽ ബി എൻറ്റയർലി മാസീവ് ആൻഡ് ഡിഫറെൻറ്റ്. കാരണം നമുക്ക് അതിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഈ കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ അപ്പം ഞാൻ ഇതേമാതിരി 10th കഴിഞ്ഞ് +1 ആയപ്പോഴത്തേക്കും, അതിൻ്റെ മുന്നേ 10th ആകുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫാദറിൻ്റെ മെയിൻ മറ്റേ ബിസിനസ്സുകളും ഞങ്ങൾ അപ്പോൾ ഇൻവോൾവ് അല്ല, അറിയാം നമുക്ക് കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൽ നമ്മൾ ത്രൂ ഔട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമില്ല. കാരണം അതിനാകുമ്പോൾ എൻഗേജ് ചെയ്യണം ടോട്ടലി. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ആകുമ്പോൾ അത് കുറേ ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിലെന്ത് ചെയ്തിരുന്നു വെച്ചാൽ, അപ്പോൾ ഈ ഷോപ്പ് ഒരു 2011 ആകുമ്പോഴത്തേക്കും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നു. അപ്പോൾ 2011 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ +1 പഠിക്കുന്നത്. ഓ, നിങ്ങളോട് നോക്കാൻ പറഞ്ഞു. 11 ആകുമ്പോൾ എനിക്ക് ഷോപ്പ് എന്നോട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നെ ബ്രദറാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ബ്രദർ കോളേജ് കഴിഞ്ഞ് അവന് മെയിൻ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യേ, നീയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഓൾ ഇൻ ഓൾ ആയിട്ട് നീ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഈയാണ് നോക്കേണ്ടത്. അപ്പോൾ ഓക്കെ. അപ്പോൾ പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ നോർമലി എല്ലാവരും ചെയ്യാൻ എന്താണ്, ഓക്കെ ഈ ഹാൻഡിൽ ചെയ്തോ, എനിക്കൊരു സാലറി വരെ എന്തെങ്കിലും തരാം എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും മനസ്സിലാക്കി. അങ്ങനെ പറയുമ്പോൾ വി വിൽ നോട്ട് ഫോക്കസ് ഓൺ നമുക്ക് ഇതിൽ ഭയങ്കര ഒരു മാർജിൻ ഉണ്ടാക്കണം, പ്രോഫിറ്റ്സ് ഉണ്ടാക്കണം എന്നുള്ളതാവില്ല നമ്മളെ കൺസേൺ. ഇതൊന്നും നടന്നു പോയാൽ മതി, നമുക്ക് കിട്ടണം എന്തായാലും അവിടെ സാലറി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ വിൽ ബി ഫീൽ സേഫ്. പക്ഷെ ഫാദർ അങ്ങോട്ട് പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യുന്നു അതിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിങ്ങൾക്കാണ്. നിങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം, നഷ്ടമാണെങ്കിലും അത് നിങ്ങൾ തന്നെ സഹിക്കണം. അപ്പൊ നഷ്ടം വരുമ്പോൾ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല, നമുക്ക് വേറെ ഒന്നും എടുത്തു കൊണ്ടല്ല. അപ്പൊ ഫാദർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്രെഡിറ്റ് തരും, അല്ലെങ്കിൽ ലോണിന് വഴി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ തരും, പൈസ എന്ത് ചെയ്യണം, നമുക്ക് പേ ബാക്ക് ചെയ്യണം. അതാണ് അന്ന് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഫാദർ പറയുന്ന ഒരു കാര്യം, പൈസ തരും. കാരണം എന്തായാലും റൺ ആവണല്ലോ ബിസിനസ്, ഒരിക്കലും നമ്മൾ കാരണം നമ്മളും പഠിക്കുകയാണ്. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നു പൊട്ടി ആയിക്കോട്ടെ, ബട്ട് അതിന്റെ കൂടെ ഒരു ധൈര്യം തരും. ഇനി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രല്ലേ, പൈസ എല്ലാം നഷ്ടപ്പെടുള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചോളുന്നത്. അപ്പൊ ഈ ഒരു പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ഈ തരുന്നൊരു ധൈര്യം
ഇറ്റ്സ് മാസീവ്. അതായത് ഇതാണ് നമുക്ക് വേണ്ടത്, എന്ത് ചെയ്യുന്നത്, കിട്ടേണ്ട കാര്യം. അപ്പം അന്ന് ശരിക്കും നമുക്കൊന്നും ആ സമയത്ത് ചിലപ്പോൾ റിയലൈസ് ചെയ്യൂല എന്താണ് ഇതിൻ്റെ ഒരു. പക്ഷെ പുള്ളി ആ കാണുന്നൊരു വിഷനിൽ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നമുക്ക് ജീവിതത്തിൽ തന്നൊരു കാര്യമാണ്. അല്ല, നിങ്ങളെ ഫസ്റ്റ് ഇൻവെസ്റ്റർ നിങ്ങളെ വാപ്പ തന്നെയാണ്. വാപ്പ തന്നെയാണ്. അപ്പം അതായത് അപ്പം ഇത് തരുന്നു, ഇത് സ്റ്റോക്ക് ഞങ്ങൾ ഓഡിറ്റ് ചെയ്യും. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഇപ്പോൾ 2011 പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക 10-15 വർഷം മുന്നെയാണ്. അതെ. അപ്പോൾ അന്നാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് 31 വയസ്സാണ്. അപ്പോൾ ലെറ്റ്സ് ഒരു 16-16 വയസ്സിലൊക്കെയാണ് നമ്മൾ ഈ കഥ നടക്കുന്നത്. അപ്പോൾ അന്ന് തരുമ്പോഴും എനിക്കറിയില്ല ഇത് എന്തിനാ ഓഡിറ്റ് ചെയ്യുന്നതെന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ. പക്ഷേ എന്താണ് നമുക്ക് തരുമ്പോൾ അല്ല അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അപ്പൊ എത്ര ഷട്ടർ കടയാണ് നിങ്ങൾ പറയുന്നത്? എത്ര? അത് ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള ഷോപ്പാണ്. അപ്പൊ ഒരു 2 ഷട്ടർ. ഒരു 3 ഷട്ടർ. അതായത് ഇങ്ങനെയാണ് നീളത്തിലുള്ള ഷോപ്പാണ്. അത് പെരിന്തൽമണ്ണൊക്കെ എല്ലാവർക്കും അന്നും അറിയുന്നുണ്ടാവും. ഡ്രീംസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പൊ അന്നത്തെ സ്കൂൾ മെയിൻലി ഗിഫ്റ്റ്സ്, കോസ്മെറ്റിക്സ്, ടോയ്സ് ഒക്കെ ഉള്ള ഷോപ്പ്. അന്ന് ഹൈപ്പേഴ്സും സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അന്ന് മെയിൻ നല്ല പെരിന്തൽമണ്ണ അറിയുന്നൊരു ഷോപ്പായിരുന്നു. അപ്പൊ ഇത് തരുമ്പോഴും അവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി തരുമ്പോഴും പറയും ഫുള്ള് കാര്യങ്ങൾ സ്റ്റോക്കൊക്കെ ഓഡിറ്റ് ചെയ്യും. എന്ത് ആയിരുന്നു നമുക്ക് തരുമ്പോ എന്നുള്ളത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്നുള്ളത് ആൾറെഡി അത് കാൽക്കുലേറ്റഡ് ആയിരിക്കും. മനസ്സിലായി. എന്താണ് അടുത്ത സ്റ്റോക്ക്, എന്താണ് അപ്പോഴത്തെ റിസീവബിൾസ്, പേബിൾസ്, എല്ലാ കാര്യങ്ങളും അന്ന് നമുക്ക് എന്ത് ചെയ്യും, ടോട്ടലി നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് തരും. അപ്പൊ ഇത് തന്നിട്ട് നമ്മളോട് നിങ്ങൾ നടത്തിക്കോളും. അപ്പൊ ഇതിന്റെ അന്നത്തെ ഞങ്ങൾ മെയിൻ പർച്ചേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോൾ, മാക്സിമം ഒരു 1.5 മാസം കൂടുമ്പോൾ നമ്മൾ മുംബൈ പോകും. ക്രാഫ്റ്റ് മാർക്കറ്റും അവിടെ അല്ല, മെയിൻലി കോസ്മെറ്റിക്സ് ആണെങ്കിലും ടോയ്സ് ഒക്കെ മുംബൈയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ പർച്ചേസ്. മുംബൈ, ഡൽഹി. അതിന് നിങ്ങൾ പോകണം. അതിന് ഞാൻ കാരണം പർച്ചേസ് നമ്മളെ കീയാണ്. അപ്പൊ നിങ്ങൾ ഈ സ്കൂളിന്റെ സമയത്ത് എങ്ങനെ? അതാണ്. അപ്പൊ ഇതിൽ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ മിസ്സാവാൻ പാടില്ല കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അധികം സെക്കൻഡ് സാറ്റർഡേ ചൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാ പോവാ. അപ്പോൾ അധികം ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, തേഴ്സ്ഡേ ഇവിടുന്ന് പോകുന്ന രീതിയിലാക്കും. സാറ്റർഡേ നൈറ്റ് തിരിച്ചെത്തുന്ന രീതിയിൽ തന്നെ അധികം പ്ലാൻ ചെയ്യാം. അപ്പോൾ 4 days പ്ലാൻ വെക്കും. അപ്പോൾ അധികം എനിക്ക് സ്കൂൾ മിസ്സാണെങ്കിലും ഒരു 1 day അല്ലെങ്കിൽ മാക്സിമം 2 day, അതൊരു 1.5 മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തേക്കും. അത് ആൾറെഡി പ്ലാൻ 1.5 മാസം to 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പർച്ചേസ്. അവിടെ നിങ്ങൾ പ്ലാനിങ്ങും പഠിച്ചു. അതായത് അവിടെ നമ്മൾ കാരണം ഇതിന്റെ കൂടെ ഇതൊന്നും, കാരണം പഠിക്കും വേണം, കാരണം പക്ഷെ ഇതിന്റെ കൂടെ ഈ ഒരു പ്രാക്ടിക്കൽ കാര്യം ഇതും നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് മെല്ലെ എനിക്ക് മനസ്സിലായി ഇത് ഫാദർ ചെയ്ത് റൈറ്റ് കാര്യമാണ്. കാരണം നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടെന്നില്ല. അപ്പൊ ഇനീഷ്യലി ആദ്യം ഇത് ചെയ്തു. പിന്നെ ആദ്യം വലിയ കാരണം ആൾറെഡി ബ്രദർ ചെയ്യുമ്പോൾ നല്ല ബിസിനസ്സായി നടന്നിരുന്നൊരു ഷോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ എനിക്ക് വലിയ ഇതൊന്നും വന്നില്ല. വലിയൊരു ലോസോ കാര്യങ്ങളൊന്നും വരാതെ എനിക്ക് ടേക്കപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു സ്പാൻ ഓഫ് ടൈം കഴിയുമ്പോൾ ഇടയിൽ എനിക്ക് ഡ്രോപ്പ് ഒക്കെ വന്നിരുന്നു. അന്ന് ഫാദറിൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ലോൺ ഇത് വേണം, എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് പറയും. ഇതേമാതിരി ബട്ട് ഇത് എത്ര സമയം കൊണ്ട് തരും, അഗൈൻ മേ ബി 3 months. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് തിരിച്ചു കൊടുക്കണം. അവിടെ വേറൊരു കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഒരു പേടി ഉണ്ടാവും. എന്ത്, ഈവൻ ഫോർ ഫാദർ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കണല്ലോ. അതല്ലാതെ നമ്മൾ എന്താ ഇതൊക്കെ അഡപ്റ്റ് ആണ്. അതെ, അപ്പൊ ഓടിക്കും ചെയ്യും. പിന്നെ ഈ പറഞ്ഞാല് നമ്മളൊരു കൊള്ളര് അത് നമുക്കൊരു ഗിൽറ്റ് ഫീൽ വരൂലേ, നമ്മൾ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നമ്മൾ നഷ്ടം വരുത്തി എന്ന് തോന്നുമ്പോൾ മോർ ദാൻ ഒരു ഗിൽറ്റ് ഫീൽ നമുക്ക് എന്തായാലും ഉള്ളിൽ വരൂലേ. അപ്പൊ അതിനൊക്കെ നമ്മൾ ടേക്കപ്പ് ചെയ്ത് പിന്നെ ആ ജേണി ആ ബിസിനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു 2015-16 ഒക്കെ ആയപ്പോൾ പിന്നെ ഷോപ്പ് പിന്നെ ക്ലോസ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ ബിസിനസ്സൊക്കെ മാറി. അന്ന് പിന്നെ അവിടെ ഇൻഡോമിൻ്റെ ഓഫീസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ സ്പേസ് പിന്നെ ഫുള്ള് യൂട്ടിലൈസ് ചെയ്തു. കാരണം പിന്നെ നമ്മളെ കോർ ഫോക്കസ് നമ്മളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിലേക്ക് തന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ മെല്ലെ ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സ്പേസിനൊക്കെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ഓഫീസ് സ്പേസൊക്കെ ആക്കി യൂസ് ചെയ്യുകയും ചെയ്തത്. പക്ഷെ ബിസിനസ് പഠിച്ച ആ ഒരു ജേണി എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ജേണിയാണ്. കാരണം അതിൽ നിന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനെ അപ്പോൾ നമ്മളെക്കാട്ടിലും നല്ല പൈസ ഇതൊക്കെ അല്ല, നമ്മളെ കുറേ കൂട്ടുകാരൊക്കെ നമ്മളൊപ്പം ഉണ്ട്. പക്ഷേ അവരൊക്കെ ഞാനെപ്പോഴും മനസ്സിലാക്കിയത് ചിലവരൊന്നും അവർക്കൊക്കെ ചെയ്യണം എന്ന് മതിയായ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ മേ ബി ദേ വാണ്ട് ടു ഡു സംതിങ്. ബട്ട് എന്തൊക്കെയാ അവർക്ക് ബാരിയേഴ്സ് പലയിടത്തായിട്ട് കൈ കിട്ടില്ല. മറ്റേത് പറഞ്ഞാല് തോക്കുണ്ട് പക്ഷെ വെടിയൊക്കെ പറ്റൂല പറഞ്ഞ കാര്യമാണ്. കറക്റ്റ്. അപ്പൊ ഈ എൻഡോമി എപ്പോഴാണ്, അപ്പൊ നിങ്ങളെ വാപ്പന്റെ ബിസിനസിനെ കുറിച്ച് കുറച്ചും കൂടി പറയണം. ഒരു സൈഡിൽ നിങ്ങൾക്ക് ഡ്രീംസ് ആ സ്റ്റേഷനറി ഷോപ്പ്. അന്നും ഫാദർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് അന്നും ബിസിനസ് പാരലി മൂപ്പര് ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞ കൺഫെക്ഷനിങ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ എവിടെയാണ് ഈ കൺഫെക്ഷൻ? ഹൈദരാബാദ് ബേസ് കമ്പനികളാണ്.
ഹൈദരാബാദിലാണ് ഞങ്ങളെ കസ്റ്റമർ. ഹൈദരാബാദാണ് കമ്പനി. ഈ കമ്പനീസ് ഒക്കെ ബേസ് ചെയ്യുന്നത്. ഈ കമ്പനികളുടെ ഒക്കെ കുറെ കമ്പനികളുടെ ഒക്കെ ഇവിടുത്തെ നമ്മൾ സ്റ്റോക്കിസ്റ്റ് ആണ്. ഓ ഒരു സമയം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി മുന്നേ കൺഫെക്ഷണറി മാനുഫാക്ചർ ആയിരുന്നു. കൺഫെക്ഷണറി ഹാർഡ് ബോയിൽഡ് ക്യാൻഡീസും ഇതൊക്കെ അല്ല പ്ലാന്റ് നമുക്ക് യൂണിറ്റ് അവിടെ നടത്തിയിരുന്നത് കേരളത്തിൽ. അപ്പൊ ഈ പിന്നെ കോലുമുട്ടായി ഒക്കെ ഹാർഡ് ബോയിൽഡ് ഹാർഡ് ബോയിൽഡ് ക്യാൻഡീസും ലോലിപോപ്സും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ. ഒരു സമയം വന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മേ ബി 80s കാലഘട്ടത്തിൽ മുതൽ ഒരു 2002-2003 വരെ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ റൺ ചെയ്തിരുന്നു. ഓ. അന്ന് ആ സമയത്ത് തന്നെ. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഫാദർ എന്ത് ചെയ്തു, ഇവിടുത്തെ നമ്മൾ കുറെ ഇവിടുന്ന് നമുക്ക് ലക്ഷ്യം 100 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതേ സാധനം നമുക്ക് ഹൈദരാബാദ് നമ്മൾ ചെയ്യുമ്പോൾ 90 റുപ്പീസിന് നമുക്കത് കോസ്റ്റ് ചെയ്യാൻ ബെയർ ചെയ്ത് ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ കോൺട്രാക്ട് മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നു. പിന്നെ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റ്സ് കൺഫെക്ഷണറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോൾസെയിൽ വിങ്ങിന് നമ്മൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫാദർ നല്ല രീതിയിൽ തന്നെ ആ ബിസിനസ്സിന് ഇപ്പം ആ ബിസിനസ് കൂടുതൽ ബ്രദറാണ് കൊണ്ടു നടക്കുന്നത്. നമ്മൾ ആ ഫാമിലി ബിസിനസ്സിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ബ്രദറാണ്. താര ഏജൻസീസ് എന്ന് പറയും. ആ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രദർ തന്നെയാണ് നടത്തുന്നത്. അത് ആ കമ്പനി എനിക്ക് തോന്നുന്നത് ഒരു 35, അതായത് ഒരു 87 മുതൽ രജിസ്ട്രേഷനുള്ള കമ്പനിയാണ് അത്. പ്രൊപ്പറേറ്റർ ഫേം ഫാദറിന്റെ അന്ന് മുതലുള്ള കമ്പനി ഇപ്പോഴും അത് ബ്രദർ. അല്ല, അപ്പൊ ഫാദർ ഇപ്പം ബിസിനസ്സിൽ ആക്റ്റീവ് ആണോ? ഫാദർ ബിസിനസ്സിൽ ആക്റ്റീവ് ആണോ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫിനാൻഷ്യൽ പാർട്സ് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ഡയറക്ട്ലി ഒരു ബിസിനസ്സിൽ ഓപ്പറേഷൻസ് ഒന്നിന്റെ കാര്യങ്ങളിലും ഇൻവോൾവ് അല്ല. ഇപ്പൊ മെയിൻ പരിപാടി പുള്ളിയുടെ ടൂർ പോലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മോർ ദാൻ 120-125 രാജ്യങ്ങൾ ഇപ്പോൾ ആള് കവർ ചെയ്തിട്ടുണ്ട്. അത് ശരി. ആൾറെഡി മക്കള് പണിയെടുക്കുക, ഞാൻ ടൂർ അടിച്ചു തരാന്ന്. എനിക്കൊണ്ട് ഈ മാസം ഇപ്പൊ എന്താ വീണ്ടും മസായിമാറ പോകുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ മാസമാണ് ഐസ്ലാൻഡിലൊക്കെ പോയി വന്നത്. ഫാദറും മദറും തന്നെയാണ് കൂടുതൽ ട്രാവൽ ചെയ്യുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരെ യാത്രകളും അവര് അന്ന് കിട്ടാത്ത അന്ന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊക്കെ കവർ കൊണ്ട് പണിയെടുപ്പിക്കണേ. അല്ല, ഇപ്പൊ പണിയെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു പ്രോസസ് എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ഫാദർ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ചെയ്തു തന്നു. ഇപ്പൊ പിന്നെ എന്തായാലും ആള് എൻജോയ് ചെയ്യണം. ഇപ്പൊ ഫാദറിന് ഒരു 60-62 ഇയേഴ്സ് ആയി. അപ്പൊ ഇനി എന്തായാലും അത് ഫാദർ തന്നെ അറിയില്ലേ, ഞാൻ കുറെ ഇതുണ്ടാക്കിയിട്ട് മക്കൾക്ക് മാത്രം കുറെ ബിൽഡിംഗ് ഓടിച്ചു കൊടുക്കുക, കുറെ തോട്ടങ്ങൾ ഓടിച്ചു കൊടുക്കുക, നിങ്ങൾ എന്തായി അതില്ല. നമുക്ക് വഴികൾ കാണിച്ചു തരാ, വഴി നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളായിട്ട് ചെയ്യാൻ പഠിക്കാനില്ല. അത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ മക്കളെ നമ്മൾ എന്താകാൻ പാടില്ല, കേടാക്കാൻ പാടില്ല. ഇപ്പൊ ഉണ്ടല്ലോ, മുതലാളിയുടെ മകൻ ധാരാളിയുടെ മകൻ എരപ്പാളി നിറയും. അത് ശരിക്കും ഒരു കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ ഈസിനെസ് ഇതാക്കി കൊടുക്കുന്നുണ്ടോ ആ വരും തലമുറ അത്രത്തോളം എന്താവും, കേടാവും. കാരണം അവര് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നില്ല, ഇതൊക്കെ മതി, ഇറ്റ്സ് ഇനഫ് എന്നുള്ള തോന്നല് വന്നു കഴിഞ്ഞാല് പിന്നെ അവരൊന്നും ചെയ്യണം എന്ന് ആഗ്രഹമില്ല. കാരണം ഒക്കെ ഓക്കെ ആണല്ലോ. ഞാൻ എപ്പോഴും പറയാം, കംഫർട്ട് സോണില് നമ്മള് മറ്റേ ടോവിനോ ഒരു ഇന്റർവ്യൂല് പറയാൻ കേട്ടിട്ടുണ്ട്, അച്ഛന്റെ കേസ് അച്ഛന്റെ അല്ലേ. അതെപ്പോഴും നമ്മൾ വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തുണ്ടാക്കി എന്ന് തന്നെയാണ് എപ്പോഴും മെയിൻ. അതല്ലാതെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമ്മൾ കുറെ മേടിച്ചു, ഇതൊക്കെ നമ്മൾ തന്നെയാണ് അന്ന് വല്യപ്പ ഉണ്ടാക്കിയതാണെന്ന് പറയാല് മാത്രം ആയി നിൽക്കാൻ പാടില്ല. നമ്മളെന്തായാലും നമ്മൾ തന്നെ സെൽഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ ഇൻഡോമി ഇവിടെ വന്നതാണ്. ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അന്ന് വന്ന് കേരളത്തില് 1-2 ഡിസ്ട്രിബ്യൂട്ടർ ഇമ്പോർട്ടേഴ്സ് കേരളത്തില്, ഹൈദരാബാദ് വേറെ, ഡൽഹിയിൽ വേറെ ഇമ്പോർട്ടേഴ്സും, ഇങ്ങനെ ഡിഫറെന്റ് ആംഗിൾ ഇമ്പോർട്ടേഴ്സിനൊക്കെ വെച്ചിട്ട് കമ്പനിക്ക് ഇവിടെ കൺട്രി മാനേജർ ഉണ്ടായിരുന്നു, റീജിയണൽ മാനേജർ ഒക്കെ ആയിട്ട് കമ്പനി സിസ്റ്റമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്തിരുന്നു. അന്ന് ആ സമയം വന്ന് ഐ ഡോണ്ട് നോ വൈ കമ്പനി ആ ഓപ്പറേഷൻ ഞാൻ നമ്മളെ കുക്കീസിന്റെ കേസ് പറഞ്ഞാൽ തന്നെ സ്കെയിൽ ബാക്ക് ചെയ്ത് കമ്പനി ഒക്കെ ഓപ്പറേഷൻസ് ഇവിടെ നിർത്തി വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ എപ്പോഴും കമ്പനിയുടെ മൈൻഡിൽ എന്താണ്, കാരണം അന്ന് കമ്പനി ഇൻവോൾവ് ചെയ്ത സാധനം, കമ്പനി ഇൻവോൾവ് ചെയ്തിട്ട് ഇമ്പോർട്ടേഴ്സിന് ഇതിനെ മാനേജ് ചെയ്യാൻ കമ്പനിയുടെ ഓൺ സ്റ്റാഫ് അടക്കം ഇവിടെ ഉണ്ടായിരുന്ന സമയമാണ്, കൺട്രി മാനേജർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു എന്താ അറിയില്ല, കാര്യങ്ങൾ എന്തായില്ല, വിചാരിച്ച പോലെ കമ്പനിക്ക് നടക്കാതെ കമ്പനി ഒക്കെ ടേക്ക് ബാക്ക് ചെയ്തു. ഇനി ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഓപ്പറേഷൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് കമ്പനി നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്, ഫാദർ മുതൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസും നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വി ഹാവ് ഞങ്ങൾ യങ് ടീം ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ നല്ലൊരു ടീമായിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ അഗൈൻ ഡൗട്ട്, നിങ്ങൾ ആ സമയത്ത് കേരളത്തിൽ മാത്രമായിരുന്നോ സപ്ലൈ ചെയ്യുന്നത്? അല്ല, അന്ന് നമ്മളിപ്പോൾ സൗത്തിൽ പല പ്രൊഡക്ട്സും നമ്മൾ ആൾറെഡി സപ്ലൈ ചെയ്യുന്നുണ്ട്.
ആൾറെഡി പല Supply. സൗത്തിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, പല പ്രൊഡക്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് നെറ്റ്വർക്ക് മോർ സ്ട്രോങ് ഇൻ കേരള. കേരളയാണ്. ബട്ട് ഞാൻ പറഞ്ഞ കോയമ്പത്തൂർ പല പ്രൊഡക്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ അന്ന് പറഞ്ഞൊരു കാര്യം, എന്നാൽ എന്തുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ഇത് കൊണ്ടുവരുന്നത് ഇവരായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാണ്. പക്ഷെ അവരപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല. കാരണം അഗെയിൻ ഞങ്ങൾ വന്നിട്ട് ഇൻവോൾവ് ആയി ചെയ്ത കാര്യമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ പാടെ വന്നിപ്പോ നിങ്ങൾ ഇത്ര ഇതാവും എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ സ്റ്റിൽ ഞാൻ യോങ്യു എന്ന് പറഞ്ഞ മാനേജറായിരുന്നു. അപ്പം പറഞ്ഞു ഇപ്പൊ അവൻ യൂറോപ്പിന്റെ കൺട്രി മാനേജറാണ്. അപ്പൊ യോങ്യു പറഞ്ഞു അഗെയിൻ ഇറ്റ് വോണ്ട് ബി പോസിബിൾ because we already tried it. We don't have any hopes right now. Maybe we'll think in future. പക്ഷെ പല വർത്താനൊക്കെ പറഞ്ഞ് എഗെയിൻ അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞു, എന്നായിക്കോട്ടെ, ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഞാനന്ന് മനസ്സിൽ നിന്ന് വിട്ട കാര്യമാണ്, ഇന്ത്യ ഇപ്പം ഇനി കിട്ടലൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. കാരണം അപ്പോൾ അവർക്കൊരു ഇത് എന്തില്ല, നമുക്ക് തരാൻ വലിയ താല്പര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. കാരണം എഗെയിൻ ഇവർക്ക് ഈ ഒരു സംഭവം തന്നെ തിരിച്ച് ഇതേമാതിരി തന്നെ. കാരണം ഇവർക്കൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ അവിടുത്തെ ഇപ്പോൾ ആൾറെഡി അന്ന് ഇൻവോൾവ് ആയ ഇവരെ കണ്ടറിലാണ് ഇതൊക്കെ അന്ന് ചെയ്തിട്ടുള്ളതും. അപ്പോൾ എഗെയിൻ അവർക്കൊക്കെ ഒരു ഫീൽ ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഇവരെ കൊണ്ട് നടന്നില്ല, നമ്മളെ കൊണ്ട് നടക്കൂല എന്നുള്ള രീതിയിൽ ഒരു തോട്ട് തന്നെ ആയിരുന്നു. പിന്നെ വന്നു അപ്പോൾ വരുന്നതിന് മുന്നേ ഫാദറിന്, അപ്പോൾ ഞാൻ അന്നത് ഹോപ്പ് വിട്ടതാണ്. ഫാദറിനോട് പറഞ്ഞു, ഞാൻ അപ്പോൾ വരുമ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഇവിടെ ഇന്തോനേഷ്യ വന്നല്ലോ, നമുക്ക് വേറെ പ്രൊഡക്ട്സ് എന്തായാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ മെദാൻ ബേസ് ചെയ്തിട്ട് ഒലങ്ക ഫുഡ്സിന്റെ അൽഹാമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, അൽഹാമി. അപ്പോൾ ആ ബ്രാൻഡ് ഇമ്പോർട്ട് ചെയ്ത് നൂഡിൽസ് തന്നെ, അതാണ് നൂഡിൽസിന്റെ ഞങ്ങൾ തുടക്കം. അപ്പോൾ അത് കൊടുന്ന് അതിൽ ഞാൻ ചിക്കൻ ഫ്ലേവറും പ്രോൺസ് ഫ്ലേവറാണ്. പ്രോൺസ് ഉണ്ടല്ലോ, പ്രോൺസിന്റെ ഫ്ലേവറും ചിക്കൻ ഫ്ലേവർ. ബട്ട് ഇതിന്റെ ടേസ്റ്റ് സിമിലർ ലൈക്ക് ഇൻഡോമിനുമായിട്ട് സിമിലർ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു പക്ഷെ എന്തായാലും ഇതൊന്ന് കോൺഫിഡൻസ്, അതായത് നമുക്കിതൊന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ അത് കൊടുന്ന് അപ്പൊ ചിലപ്പോൾ അന്നത്തെ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് എനിക്ക് കൊണ്ടൊരു 8-9 വർഷം മുന്നെയാണ്. അപ്പൊ അന്ന് ഇത് കൊടുന്ന് പല അന്നത്തെ ഹൈപ്പർ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ മാക്സിമം അവൈലബിൾ ചെയ്ത് ഓഫേഴ്സിലൊക്കെ കൊടുത്ത് 5 പാക്കാണ് അന്ന് കൊടുത്തിരുന്നത്. ഓഫറൊക്കെ ഇട്ട് 5 പാക്ക് പുഷ് ചെയ്ത് ഇതിന്റെ സാമ്പിളിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെയിലും കുഴപ്പമില്ലാത്ത നല്ലൊരു സെയിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയത്. ഇതിങ്ങനെ നിൽക്കുന്നു ഒരു എനിക്ക് കൊണ്ടൊരു 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എഗെയിൻ ഞങ്ങൾ ഇതേമാതിരി മീറ്റിങ്ങിന് പോയപ്പോൾ ഞാനൊക്കെ ശരിക്കും അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പിന്നെ ഇൻഡോമിനെ കുറിച്ച് ആൾറെഡി ഇതിനുണ്ട്. പക്ഷെ ബട്ട് ഫാദർ അപ്പോഴും ഇതിന്റെ മെയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്ത്, ഞാനിവിടെ ഉണ്ടാക്കുന്ന നമ്മളിപ്പോ ബിസിനസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇൻപുട്സും ഇതൊക്കെ മെയിലും കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എപ്പോഴും അതിന്റെ വിടാതെ, ഞാൻ എപ്പോഴും പറയും ആ പുള്ളി വിടാതെ എന്തുണ്ട് ഇതിന്റെ പിന്നാലെ ഉണ്ട്. കാരണം ഇപ്പൊക്കെ അറിയാം എനിക്കിത് എന്തായാലും എങ്ങനെയും ഇത് പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ളത് നമുക്കൊരു അതിയായ ആഗ്രഹമാണ്. ഇഷ്ടമാണ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനും ആഗ്രഹം ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പൊ അന്നും ഞങ്ങളോട് ഈ എല്ലാമയുടെ ഒക്കെ പോകുമ്പോ എല്ലാവരും ചിലവരൊക്കെ പറയും, ഇതിന്റെ നിങ്ങൾ ഇൻഡോമിയൊക്കെ കൊണ്ടുവരും, ഇൻഡോമി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു പുഷ് ഇട്ട് ഒന്നും കൂടി നോക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിങ്ങനെ പറയണേ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അഗെയിൻ ഫാദർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു വർഷം മാക്സിമം എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അഗെയിൻ ഞങ്ങൾ മീറ്റിങ്ങിന് പോയി. ബട്ട് അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സിറ്റുവേഷൻസ് വാസ് ഡിഫറെന്റ്. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വി വർ ഹാവിങ് സംതിങ്, നമുക്കൊരു ഡാറ്റാസ് എന്താണ് ഞങ്ങൾ നൂഡിൽസിന്റെ മാർക്കറ്റ്, എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്, എന്താ ആക്ടിവിറ്റീസ് ഞങ്ങൾ. അപ്പോഴത്തേക്ക് നൂഡിൽസ് മാർക്കറ്റ് എത്രത്തോളം സെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടാവും? അതായത് അന്ന് എനിക്ക് തോന്നുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി 2-3 കണ്ടെയ്നറിന്റെ ബിസിനസ് ഈ എല്ലാമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കണ്ടെയ്നർ പറയുമ്പോൾ എത്ര രൂപന്റെ? അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 50 lakhsന്റെ ബിസിനസ് ഒക്കെ മാക്സ് അന്ന് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, മന്ത്ലി ഒരു 50 lakhsന്റെ ബിസിനസ് അന്ന് അതിനൊക്കെ ചെയ്തിട്ടുള്ളൂ. കാരണം അതായത് ആ നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് എന്റെ കൂടെ ടീം ഉണ്ടായിരുന്ന സെയിൽസിൽ ഒരു 13-14 പേര് അന്ന് ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിലില്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീം അവിടെ ഉണ്ട്. ഇവർക്കും എന്തെങ്കിലും അവർക്കും എല്ലാ വെള്ളം കൂടി കൊടുക്കാനുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യണം, ഇതിനെ മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ. അഗൈൻ എനിക്കൊന്നും നമുക്ക് പേഴ്സണലി ഒന്നും എടുക്കണം എന്നല്ല, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, വളരട്ടെ എന്നില്ലായിരുന്നു. അപ്പോൾ എഗെയിൻ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഇൻഡോ ഫുഡിലെ മീറ്റിങ്ങിന് വേണ്ടി സംസാരിച്ചപ്പോൾ അന്നത്തെ അവർ അപ്രോച്ചും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണല്ലേ, എന്നും നമ്മൾ ചെയ്യുന്ന മാതിരി, അതായത് ഇത് മറ്റേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതികൾക്കനുസരിച്ച് കാര്യങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളത് മനസ്സിലായി. അവർ കുറേ വെൽക്കമിങ് ആയിരുന്നു.
അത് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വിത്തിൻ. അപ്പൊ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ഇൻപുട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അഗെയിൻ ഇത് വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി വിൽ ഗെറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടൂല എന്നുള്ള ഇതിലായി. ബട്ട് ഞങ്ങൾ തിരിച്ചെത്തി കുറച്ച് 1-2 മാസം കൊണ്ട് തന്നെ they offered us the product. ഇൻഡോമി നമുക്ക് ഓഫർ ചെയ്ത് we will give it. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞത് അന്ന് അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം തന്നെയാണ്. കാരണം അന്ന് ഇപ്പൊ തന്ന കമ്മിറ്റ്മെന്റ് അതിൽ സാധനം എനിക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ സാധനം ആ പാട്ട് പുള്ളി നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് പ്രൊഡക്റ്റ് അതിനെ ബെസ്റ്റ് പ്രൈസ് തന്നെ ആക്കി പ്രൊക്യൂർ ചെയ്തു. പക്ഷെ നമ്മളന്ന് റിക്വസ്റ്റ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ കൺട്രി മാനേജേഴ്സോ ഇവിടെ റീജിയണൽ മാനേജേഴ്സോ ആരും വേണ്ട, ഞങ്ങൾ മാത്രം ഇവിടെ നമ്മള് മതി, വേറെ ആരും ഞങ്ങൾക്ക് എക്സ്ക്ലൂസിവിറ്റി വേണം. പ്രൊഡക്റ്റ് ഞങ്ങൾ എങ്ങനെയായാലും ഞങ്ങൾ ചെയ്ത് വിറ്റിരിക്കും ഇതാക്കിയിരിക്കും എന്നില്ല, അത് ഞങ്ങളെ കോൺഫിഡൻസ് ആണ്. വി വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ സമയത്ത് എക്സ്ക്ലൂസിവിറ്റി സൈൻ ചെയ്തപ്പോ നിങ്ങൾ പിന്നെ 10 year ഡീൽ അല്ലെങ്കിൽ 20 year ഡീൽ നമ്മള് ഇത്ര 10 year വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാം, സൈൻ ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുമ്പോഴും അവിടെ അഗെയിൻ അവിടെ എന്ത് വരും, ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അഗെയിൻ ആസ് എ മാനുഫാക്ചർ ദേ വിൽ പുഷ് ടാർഗറ്റ്. കറക്റ്റ്, ഉറപ്പായിട്ടും ഇങ്ങനെ വേണം, ഇയർലി എന്ത് ചെയ്യണം, ഇത്ര സെയിൽസ് മില്യൺസ് ഓഫ് പാക്കറ്റ്സ് വേണം. അപ്പൊ ചില നമ്പേഴ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെന്നെ എത്ര വർഷം കൊണ്ട് അയ്യോ നമ്മളെന്നെ ഒന്ന് എന്ത് ഇതൊക്കെ പറയാം. അപ്പൊ ഞങ്ങൾ കേണ അപേക്ഷിച്ച് തന്നിട്ട് എന്നിട്ട് ടാർഗറ്റ് ഇത് ചെയ്യുമ്പോ പറയുമ്പോ അപ്പൊ അഗെയിൻ എന്നാലും അപ്പൊ നമുക്ക് എന്താ ആവശ്യം, എന്നാലും ഇത് എടുക്കണം, സാധനം എടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അതെന്നോട് അപ്പൊ നമ്മളെ ഇതൊന്നും അന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നു വിചാരിച്ചിട്ടല്ല, ബട്ട് വി വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞത്. അപ്പം കമ്പനി എന്ത് ചെയ്തു, അങ്ങനെ പ്രൊഡക്ട്സ് തന്നു. അപ്പൊ നമ്മള് ഈ കമ്പനി ഇതേമാതിരി ടാർഗറ്റ്സും കാര്യങ്ങളും അതിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് കമ്പനി ഫ്രണ്ട്സ് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ചെയ്തു തരും, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത് വിൻ വിൻ സിറ്റുവേഷൻ, അതായത് എന്താവും എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രൊഡക്ട്സ് വന്ന് ലോഞ്ച് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കണു, അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഇൻഡോമി കൊണ്ടുവരുമ്പോൾ ഞാൻ ഹൈപ്പർ മാർക്കറ്റ്സ് പറയുന്നില്ല, ചിലവരൊക്കെ എപ്പോഴും ഇതിന്റെ മുന്നേ വന്നത്തെ റിട്ടേൺ അപ്പോഴും വെച്ചിരുന്നു. അതായത് ഇൻഡോമി ഞാൻ പറഞ്ഞില്ല ആദ്യം വന്നു പോയായിരുന്നു, അത് കഴിഞ്ഞിട്ട് 2-3 വർഷം ചില ആളുകള് അന്ന് കേടുന്ന സ്റ്റോക്ക് ചില ആൾക്കാർ അപ്പോഴും വെച്ചിരുന്നു. അങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ട് ഇത് എന്നിട്ട് അവര് ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് തരണം എന്ന് വിചാരിച്ചിട്ട് വേണ്ടി വെച്ചാണ് സ്റ്റോർ റൂം കൊണ്ടേ കാണിച്ചത്. അപ്പൊ അന്ന് ഈവൻ ഞാനടക്കം മാർക്കറ്റിലെ ടീമിന്റെ ഒക്കെ നമ്മൾ ഇൻവോൾവ് ആയി എല്ലാ മാർക്കറ്റിലും എന്ത് വിസിറ്റും കാര്യങ്ങളും ഫ്രീക്വന്റ്ലി പോയിരുന്ന സമയങ്ങളാണ്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ കാരണം ആൾറെഡി ഒരു സാധനം വന്ന് പോകുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ കുക്കീസിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഞാൻ ആ പ്രൊഡക്ട്സ് ഇവിടെ കൊളാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ലൗലിയാണ്, അവർക്ക് ഒന്നും വന്നാലും തിരിച്ചു വരുമ്പോൾ, കാരണം ഒരു റീറ്റെയിലേഴ്സിന്റെ ഇടയിലും ഇപ്പൊ ഷാനൊരു കട നടത്താണ്, അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്താണ്, നിങ്ങൾക്ക് ഒരാളൊരു പ്രൊഡക്റ്റ് തന്ന് അവിടെ കൊളാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാൻഡ് പിന്നെയും വരുമ്പോൾ ആരാ ക്രെഡിബിലിറ്റി ഇല്ല. ക്രെഡിബിലിറ്റി ഞങ്ങൾ പറയും ഇനി അവിടെ നിൽക്കട്ടെ, അത് പണ്ട് ഞങ്ങളൊന്ന് എനിക്ക് നല്ല പണി തന്നു പോയതാണ്, ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യാം. അപ്പോ അല്ലെ എപ്പോഴും ഈ എന്താ പറയാ നമ്മളെ നെറ്റ്വർക്ക് നമ്മളെ ട്രസ്റ്റ് ഒരിക്കലും പൊളിക്കരുത്. തീർച്ചയായിട്ടും അത് പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് ബ്രാൻഡിന്റെ പോയി ആസ് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇപ്പൊ അയാളും സപ്ലൈ അയാളും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ക്രെഡിബിലിറ്റി അവിടെ കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു ഷോർട്ട് ടൈം വെച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സും ചെയ്യരുത്. അത് നമ്മളതിന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഷോർട്ട് ടൈം വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ വി വിൽ നമ്മൾ എവിടെയെങ്കിലും ചെയ്യും, ഉറപ്പാണ്. പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ലോങ് ടേം പീപ്പിൾ, ലോങ് ടേം വിഷൻ. നമ്മളൊരു ചിന്തയിൽ എന്തായിരിക്കണം, ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടാം, ഓക്കെ ലീവ് ഇട്ട് അത് നമുക്ക് കവറപ്പ് ചെയ്യാം. അത് കവറപ്പ് ചെയ്യാം, നമ്മളൊക്കെ ബിസിനസ് തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അത് ബിസിനസ് തന്നെ നമ്മൾ കവറപ്പ് ചെയ്യാം. അതാണ് നമ്മളെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കറക്റ്റ്. അപ്പൊ ആ സാധനങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കേണ്ടി വന്നു, തിരിച്ചെടുത്തു. ഞങ്ങളതല്ലാത്ത പ്രൊഡക്ട്സിനടക്കം ഞങ്ങൾ റിട്ടേൺ എടുത്ത്, മനസ്സിലായി, നമ്മളല്ലാത്ത പ്രൊഡക്ട്സിനടക്കം റിട്ടേൺ എടുത്തു. ഞാൻ പറഞ്ഞു അത് ഓക്കെ വി വിൽ ടേക്ക് ഇറ്റ്, നമ്മൾ ഇത് ചെയ്യാം. ഞങ്ങളത് ഡിസ്പോസ് ചെയ്തു കാര്യങ്ങൾ. ചില പ്രൊഡക്ട്സ് ഒക്കെ കാരണം ഇത്ര വർഷം കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ നിങ്ങൾ ഒന്ന് എങ്ങനെയായിരിക്കും അന്നത്തെ അതിന്റെ രീതികളുള്ളത്. അപ്പൊ ഇപ്പോഴും വൈറ്റ് പാക്കറ്റ് ആണല്ലേ ഇൻഡോമി? അല്ല, ഇൻഡോമി മീഗരങ്ങാണ് വൈറ്റ്, ഓറഞ്ച് സ്പെഷ്യൽ ചിക്കൻ ഓറഞ്ച് കളറ്, ചിക്കൻ യെല്ലോ കളറ്, വെജ് ഗ്രീൻ കളറ്. ഈ വൈറ്റ് കുറച്ച് കഴിഞ്ഞാല് യെല്ലോ കളറായി മാറും. അതിന്റെ ഒക്കെ പ്രൊഡക്ട്സ് അന്ന് റിട്ടേൺ ഒക്കെ തന്ന പ്രൊഡക്ട്സിന്റെ ഒക്കെ രീതികളെ ആകെ എന്തായിരുന്നു ടോട്ടലി മാറിയിരുന്നു. അപ്പൊ ഞാൻ ടീമിനോടും പറഞ്ഞു എഗെയിൻ വിൽ, അപ്പോ ഇവരോടും കമ്പനിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്, ബട്ട് വി വിൽ കവർ ഇറ്റ് അപ്പ്, ഞങ്ങളിത് റീസൺ ആക്കി ഒന്നും ഞങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്തോളാം, അതൊന്നും മാറ്റേഴ്സ് അല്ല എന്നുള്ള രീതി തന്നെ നമ്മൾ മൂവ് ചെയ്തു. പിന്നെ ഒരു സമയങ്ങൾ കഴിഞ്ഞ് ഞങ്ങള് പ്രൊഡക്ട്സ് എല്ലായിടത്തും അവൈലബിൾ ആക്കി. നമ്മൾ എന്ത് ചെയ്ത് സിംഗിൾ പാക്സ് ആണ് സെല് ചെയ്തിരുന്നത്.
അവിടെ ഞങ്ങളൊരു സ്ട്രാറ്റജി വെച്ച കാര്യം സിംഗിൾ പാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഗൾഫിലൊക്കെ അന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അന്നേ മുതൽ 5 പാക്സ് ആയിരുന്നു. ഇവിടെ കൊടുക്കുന്നത് കാരണം കമ്പനി എന്ന് പറഞ്ഞൊരു കാര്യം സിംഗിൾ പാക്ക് സെല് ചെയ്താൽ മതി. കാരണം ദ പീപ്പിൾ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇൻഡോമി. ഓൺലി സം പീപ്പിൾ ഓവർ GCC ദേ നോ വാട്ട്സ് ദ ബ്രാൻഡ്. കറക്റ്റ്. അതർ പീപ്പിൾ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് അബൌട്ട്. അവിടെ എപ്പോഴും നിങ്ങളെ മാർക്കറ്റിൽ എപ്പോഴും മാഗി തന്നെയാണ് വലുത്, ഇൻഡോമി ഒന്നും അവർക്ക് അറിയില്ല. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു ഇൻഡോമി നിങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ? ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനല്ല കൊടുത്തത്? അല്ല, നമ്മൾ എല്ലായിടത്തും എന്തും ചെയ്യുന്നത് ത്രൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. വി വോണ്ട് സപ്ലൈ എനി സിംഗിൾ പാക്കറ്റ്സ് ടു ഡയറക്റ്റ് റീറ്റെയിലേഴ്സ്. കാരണം നമ്മൾ നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്യുന്നത്. അതല്ലാതെ ഞങ്ങൾ അതിലൊരിക്കലും ഡയറക്റ്റ് ടു റീറ്റെയിലർ എന്നുള്ള കൺസെപ്റ്റ് അന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനത്തിന് നമ്മൾ തന്നെ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്കെയിൽ ചെയ്യാൻ കുറെ കാര്യങ്ങൾ നമ്മൾ ഒബ്സ്റ്റാക്കിൾസ് വരും. നമ്മൾ എവിടെയും തട്ടി നിൽക്കും. അപ്പൊ ഞങ്ങൾ ചെയ്ത കാര്യം ചില ഏരിയസിൽ നമുക്ക് സ്റ്റോക്കിസ്റ്റിന്റെ അണ്ടറിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അവരെന്ത് ചെയ്യും റീറ്റെയിലേഴ്സിനൊക്കെ വി സപ്ലൈ ഡയറക്ട്ലി ടു മോഡേൺ ട്രേഡ് ഓൺലി. ഇപ്പൊ നമ്മളീ പറഞ്ഞ റിലയൻസ്, ഇപ്പൊ നമ്മളീ പറഞ്ഞ ആമസോൺ FBS, അതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ നമ്മള് ഇപ്പൊ രത്നദീപ് ഒക്കെ ഉണ്ട്, ഹൈദരാബാദ് രത്നദീപ്, അങ്ങനത്തെ ഒക്കെ സ്റ്റോറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡയറക്റ്റ് ഡിമാർട്ട് അങ്ങനത്തെ എല്ലാം ബിഗ് പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ഡയറക്റ്റ് സപ്ലൈ. അവിടെയും ചില ഏരിയകളിലൊക്കെ മോഡേൺ ട്രേഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിരുന്നു. മോഡേൺ ട്രേഡ് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞാൽ ചില സിറ്റീസിൽ എന്ത് ചെയ്യും, ഇപ്പോൾ സ്പെൻസർ കൊൽക്കത്തയിൽ നമുക്ക് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മോഡേൺ ട്രേഡ് വെണ്ടർ ഉണ്ടാവും. അവൻ ചെയ്യുന്നത് മോഡേൺ ട്രേഡ് മാത്രമായിരിക്കും. ഇവനിക്ക് നമ്മൾ സ്റ്റോക്ക് കൊടുക്കും, ഈ വിൽ സപ്ലൈ ടു ദ. നിങ്ങൾ ഈ മോഡേൺ ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നോ, എനിക്കൊന്ന് നമ്മളെ ഓഡിയൻസിന് എളുപ്പം മനസ്സിലാവില്ല. എന്താണ് GT, MT, പിന്നെ ഓൺലൈൻ എന്താ പറയാ? നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ ജനറൽ ട്രേഡ്, GT മാർക്കറ്റ്സിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പോൾ ഞങ്ങളുടെ ടേംസിൽ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യാറ് ജനറൽ ട്രേഡിൽ എന്ത് ചെയ്യും, ABCD കാറ്റഗറീസ്. A കാറ്റഗറിയിൽ വരുമ്പോൾ ഇപ്പൊ ജനറൽ ട്രേഡിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 1, 2, 3 സൂപ്പർ മാർക്കറ്റ്സ് ഇതൊക്കെ എല്ലാം കുഴപ്പമില്ലാത്തൊരു. ഇപ്പൊ ലെറ്റ്സ് നമ്മളവിടെ ഇപ്പോൾ ജാംജൂമിനൊക്കെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ A കാറ്റഗറിയിൽ A+ കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ജാംജൂം, ബഡ്ജറ്റ്, ഇങ്ങനത്തെ ഹൈപ്പേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഞങ്ങളൊരു പോയിന്റിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവരെങ്ങനെ എന്ത് ചെയ്യും, കാരണം ഇൻഡിവിജ്വൽ പർച്ചേസ് ആണ് ഇപ്പോഴും അവർ ചെയ്യുന്നത്. ഇപ്പൊ ലെറ്റ്സ് ജാംജൂമും ഇവരൊക്കെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സെൻട്രലൈസ്ഡ് DC അല്ല സപ്ലൈ ചെയ്യുന്നത്. ഇപ്പം അവർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 8 സ്റ്റോറൊക്കെ ഉണ്ടാവും. ബട്ട് ഓരോ സ്റ്റോറാണ് ഇൻഡിവിജ്വൽ പർച്ചേസ് ആണ് ഇപ്പോൾ. അപ്പൊ അഗൈൻ നമ്മൾ എന്ത് ചെയ്യും, GTയിൽ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാൻഡ് സൂപ്പർ മാർക്കറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും A+ കാറ്റഗറി. പിന്നെ അഗൈൻ B കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെക്സ്റ്റ് ലെവലിൽ വരുന്ന സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ B കാറ്റഗറി. പിന്നെ C ബേക്കറീസോ DCE എന്നൊക്കെ പറയുമ്പോൾ കിരാണ സ്റ്റോർസിലേക്ക് എത്തി ഇതിൽ വെക്കും. അപ്പൊ GT മാർക്കറ്റ് ഞങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ജനറൽ ട്രേഡിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. ഈ കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹോൾസെയിൽ കാറ്റഗറിയിലല്ലേ, അതിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവുക ED സ്റ്റോർസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അത്രയും ചെറിയ പെട്ടിക്കടകളും ചെറിയ ഷോപ്പുകളൊക്കെ ആയിരിക്കും ആ കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. ബട്ട് ദ നമ്പേഴ്സ് വിൽ ബി ഹ്യൂജ്. അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇതിലുണ്ടായിരുന്ന മോഡേൺ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ വി ക്യാൻ സപ്ലൈ ടു DCs. DC പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് വെയർഹൗസ്. അപ്പോൾ വെയർഹൗസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. DCയിൽ നിന്നും ഡയറക്റ്റ് സ്റ്റോറിലേക്ക് ഇൻഡിവിജ്വൽ. ഇപ്പൊ ലെറ്റ്സ് ലുലുവിനാണെങ്കിലും DCകൾക്കും ഇതിലും മോഡേൺ ട്രേഡിലും ഒരു വി വിൽ ക്ലാസിഫൈ റീജിയണൽ മോഡേൺ ട്രേഡും നാഷണൽ മോഡേൺ ട്രേഡും ഉണ്ട്. റീജിയണൽ മോഡേൺ ട്രേഡ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിസ്മി ഇപ്പൊ ഒക്കെ പറയണമെങ്കിൽ നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഹൈദരാബാദ് രത്നദീപ് ഒക്കെ പറയണമെങ്കിലും നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യും. റീജിയണൽ മോഡേൺ ട്രേഡ് വേർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ they will be very strong in their region and they will have many stores. ഇപ്പൊ കോയമ്പത്തൂർ പറയുകയാണെങ്കിൽ കണ്ണൻ സ്റ്റോർസ്, കണ്ണൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഒക്കെ ഉണ്ട്. അപ്പൊ കോയമ്പത്തൂരൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ റീജിയണൽ മോഡേൺ ട്രേഡിലാണ് കാൽക്കുലേറ്റ്. ആ ഏരിയയിൽ അവരാണ് ഏറ്റവും. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിലും ഇപ്പൊ ഈ ലുലു നെസ്റ്റൊക്കെ വരുന്നതിനും ബിസ്മി കൂടെ നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ, ഓർമ്മ ഉണ്ടാവും അന്നൊരു സമയത്ത് ബിസ്മി. അപ്പൊ ബിസ്മി ഇപ്പോഴും ബിസ്മി ഉണ്ട്, ഇപ്പൊ റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. ബട്ട് പിന്നെ ആരാ സ്ട്രോങ് കേരളത്തില്? അല്ല, കേരളത്തിൽ ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പൊ നെസ്റ്റോ, ലുലു ഒക്കെ നല്ല രീതിയിൽ ഇപ്പൊ പെർഫോം ചെയ്ത് വരുന്ന സമയം. പക്ഷെ റിലയൻസ് ഇവരൊക്കെ അന്നും ഉണ്ട്. ബട്ട് ഇവരൊക്കെ പ്ലാറ്റ്ഫോംസിന്റെ വർക്കിംഗ് ഡിഫറെന്റ് ആണ്. അഗെയിൻ അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇവരെ ഇത് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ബിസ്മിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റീജിയണൽ മോഡേൺ ട്രേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഇവർ നിൽക്കുന്നത് കേരള സ്റ്റേറ്റ്സിലായിരിക്കും. ഇവർക്ക് വേറെ വേറെ അതർ സ്റ്റേറ്റ്സിൽ എന്തുണ്ടാവില്ല, ഓപ്പറേഷൻസ് ഉണ്ടാവില്ല. ബട്ട് ഇയർ ദേ വിൽ ഹാവ് 10 or 15 സ്റ്റോർസ് ആൻഡ് DC പർച്ചേസ് ഒക്കെ ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. റീജിയണൽ മോഡേൺ ട്രേഡ്. നാഷണൽ മോഡേൺ ട്രേഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഗെയിൻ റിലയൻസ്,
എല്ലാ സ്റ്റേറ്റിലും പോകും. ഡിമാർട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പൊ ഡിമാർട്ട്, സ്പെൻസർ, പണ്ട് ബിഗ് ബസാർ, ഇപ്പൊ ബിഗ് ബസാറൊക്കെ ഏകദേശം കുറെ റീറ്റെയിൽ ചെയിൻസിനെ ആരെടുത്ത് ഓക്കെ. റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. കുറെ ചെയിൻസിനെ ഇപ്പോൾ റിലയൻസ് ഹൈപ്പർ സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇതിനും റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ആ. ഇവരൊക്കെ ഇപ്പൊ 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 റീസെന്റ് ഇപ്പൊ ബിസ്മിയും റിലയൻസ് എടുത്തല്ലോ. ആ. അപ്പൊ ഇതൊക്കെ റിലയൻസിനെ ആസ് എ ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നാഷണൽ ചെയിൻസ് ആണ്. ആ. നാഷണൽ ചെയിൻസിന് എന്തുണ്ടാവും? സൗത്ത് ഓപ്പറേഷൻസ് ഉണ്ടാവും, നോർത്ത്, സൗത്ത്, സെൻട്രൽ, വെസ്റ്റ്, ഈസ്റ്റ് പറഞ്ഞിട്ട് അവർക്ക് ഓരോ സോൺസിനെ അവർ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ലുലും ഇപ്പൊ അതേമാതിരി ഡെവലപ്പ് ആയി വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ ലുലുവിനാണെങ്കിലും ഹൈദരാബാദ്, എല്ലാ സ്റ്റേറ്റിലും യു പിയിലുണ്ട്. ഇപ്പൊ ഇനി കേരളത്തിൽ. അപ്പൊ ഇത് വളരുന്നതിനനുസരിച്ച് ഇവരുടെ സ്റ്റോഴ്സും നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവർ ഇങ്ങനെ സോൺസ് സെപ്പറേറ്റ് ചെയ്യും. സോൺസ് തന്നെ പിന്നെ അഗെയിൻ സ്പെസിഫിക് റീജിയൻസ് ആയിട്ട് അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് വൺസ് ദ ബിസിനസ് ഗ്രോ അവരെന്ത് ചെയ്യും? ഇതിനെങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോൾ നാഷണൽ ചെയിൻസ്, റീജിയണൽ ചെയിൻസ്. അപ്പോൾ MTയിൽ നാഷണൽ ചെയിൻസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു റിലയൻസ്, ലുലു, പിന്നെ ബിഗ് ബസാർ, ഡിമാർട്ട്, ഇങ്ങനത്തെയൊക്കെ നമ്മൾ നാഷണൽ ചെയിൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ പിന്നെ നമ്മൾ അടുത്ത് മോഡേൺ ട്രേഡ് അല്ലാതെ GT, മോഡേൺ ട്രേഡ്, ദെൻ നമുക്ക് ഇ കൊമേഴ്സ്, ക്യുക്കൊമേഴ്സ്. ഇതിപ്പോ 4 ചാനലുകളാണ് ഇപ്പൊ. ഇ കൊമേഴ്സും ക്യുക്കൊമേഴ്സും നമ്മൾ ഒന്നിലാണ്. ഇപ്പൊ നമ്മളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇ കൊമേഴ്സും ക്യുക്കൊമേഴ്സും സെയിം വിങ് തന്നെയാണ്. പക്ഷെ MTയും GTയും വേറെയാണ്. MTയും GTയും വേറെ തന്നെയാണ്. GT ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് വേറെയാണ്, ടീം വേറെയാണ്, എല്ലാം വേറെയാണ്. MT ഹാൻഡിൽ ചെയ്യുന്ന ടീം വേറെയാണ്, അതിന്റെ പ്രൊമോട്ടേഴ്സ് വേറെയാണ്, ഒക്കെ വേറെ തന്നെയാണ്. ഇപ്പൊ ലെറ്റ്സ് MTയിൽ നമുക്ക് പ്രൊമോട്ടേഴ്സ് ഇപ്പൊ ഇവിടെ ഇപ്പോൾ ലെറ്റ്സ് ഇപ്പൊ ഹൈലൈറ്റ് ഇപ്പോൾ നെസ്റ്റോയിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രൊമോട്ടേഴ്സ്, ചിലപ്പോൾ ലുലുവില് എടപ്പള്ളി അവിടെ പ്രൊമോട്ടേഴ്സ് വിൽ ബി ഡിഫറെന്റ്. ഇത് MTന്റെ പ്രൊമോട്ടേഴ്സ് വേറെ തന്നെ ആയിരിക്കും. ബട്ട് ജാംജൂം പോകുന്ന പ്രൊമോട്ടേഴ്സ് വേറെ ആയിരിക്കും. അപ്പോൾ GT, MT, ഇ കൊമേഴ്സ് ഒരു ചാനലാണ്. അതെ. അപ്പൊ അങ്ങനെ GT, MT. പിന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സും. ക്യുക്കൊമേഴ്സ് ഇപ്പൊ നമുക്കൊരു 2-2.5 വർഷമായിട്ടില്ല ഇപ്പൊ ക്യുക്കൊമേഴ്സിന്റെ ഇത് കൂടുതലായി വന്നത്. അതെ. പിന്നെ നമ്മൾ ഇ കൊമേഴ്സ് തന്നെ ഇ കൊമേഴ്സും ക്യുക്കൊമേഴ്സും വി ഹാൻഡിൽ വിത്ത് സെയിം ടീം. അതിനെന്ത് ചെയ്യും? ഇ കൊമേഴ്സും ക്യുക്കൊമേഴ്സും ഹാൻഡിൽ വിത്ത് സെയിം ടീം. പിന്നെ ഉള്ളത് ഹൊറേക്ക, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കഫേ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെ. അതിലിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആർമി ക്യാൻറ്റീൻ, നേവൽ ക്യാൻറ്റീൻ, അങ്ങനത്തെ അതിന്റെ പ്രൊഡക്റ്റ് ബേസും അതിന്റെ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും വേറെ തന്നെ ആയിരിക്കും. ഇപ്പൊ എല്ലാ ചെയിനിലും എല്ലാ സാധനങ്ങളും മേ ബി വി വോണ്ട് സപ്ലൈ. നമ്മൾ കരിക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ കോർ ഹോട്ടൽസിൽ വരെ പോലും സപ്ലൈ. ഇപ്പൊ വയനാട് താജിലടക്കം അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഫൈനൽ ഡിസ്കഷൻസിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് വി വിൽ കാൽക്കുലേറ്റ് ഇൻ ഹൊറേക്ക. ഹോസ്പിറ്റൽ ഇപ്പൊ കരിക്ക് പറയുകയാണെങ്കിലും ഈവൻ വി സപ്ലൈ ഇൻ ഹോസ്പിറ്റൽസ് ഓൾസോ. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസിലും കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റൽസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ ഡിവിഷൻസിന് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ ടീമിനാണ്. പിന്നെ അഗെയിൻ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇ കൊമേഴ്സ് ആൻഡ് ക്യുക്കൊമേഴ്സ്. ഇ കൊമേഴ്സിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്? ഇ കൊമേഴ്സിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഡോമി വന്നതിന് ശേഷമാണ് ഇ കൊമേഴ്സിൽ ഞാൻ ആക്റ്റീവ് ആയത്. അപ്പോൾ അന്ന് ഇ കൊമേഴ്സിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നേ കാരണം അന്ന് ആ സമയത്ത് നമ്മൾ ആ ഇ കൊമേഴ്സിന്റെ ട്രെൻഡ് ഇങ്ങനെ ബൂമായി വരുന്ന ഒരു സമയമായിരുന്നു. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഒരു 80 വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഞാൻ ഇ കൊമേഴ്സിൽ എനിക്ക് സെല്ല് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെ ഇപ്പൊ സെല്ല് ചെയ്യും, എവിടെ, അതായത് ഇത് ആർക്ക് പ്രൊഡക്റ്റ് എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും? കുറെ ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു എപ്പോഴും. ഈവൻ ഞാനും അങ്ങനെ ചിന്തിച്ചത്. ആമസോണൊക്കെ ഫസ്റ്റ് വരുമ്പോൾ ആമസോണാണ് ഇതൊക്കെ മേടിച്ച് സെല്ല് ചെയ്യുന്നതെന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചിന്താഗതി ഉണ്ടായിരുന്നു. ആമസോണിന്റെ പാക്കേജും ഇതൊക്കെയാണല്ലോ വരുന്നത്. ബട്ട് ഇതിന്റെ ബാക്കിൽ ഒരു സെല്ലേഴ്സ് ഉണ്ട്, ഇത് മാർക്കറ്റ് പ്ലേസ് ആണെന്നുള്ള കാര്യങ്ങൾ. അതായത് നമ്മളാ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ അഗെയിൻ ഇതിനെക്കുറിച്ച് പഠിച്ച്. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരാളെ എന്താണ് സെല്ലർ എന്ന് ഇതിനു വേണ്ടി പിന്നാലെ ഇതെന്താണ്, കാരണം ബാംഗ്ലൂരും ഇവിടെയൊക്കെയാണ്, ഹൈദരാബാദ് ഇവിടെയൊക്കെയാണ് മേ ബി വി ക്യാൻ ഫൈൻഡ് ഈസിയർ. അതെ. ഇപ്പൊ ഞാനൊരു പെരിന്തൽമണ്ണക്കാരൻ, അപ്പൊ അവിടെ നിന്നാണ്ട് ഇതിന് സെല്ലർ ആവണം എന്ന് പറയുമ്പോൾ ഓഫ്ലൈനിൽ ബിസിനസിന് എക്സ്പാൻഡ് ചെയ്യാൻ ഈസി ആയിരുന്നു. പക്ഷെ അന്ന് ഇ കൊമേഴ്സിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് എന്താണ്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ കൊട്ടണം, എങ്ങനെ തുടങ്ങണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കാനും ആരോടും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പാക്കേജ് നമ്മൾ ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വട്ടം എന്ത് ചോദിച്ചു, ഇതൊരു സ്ഥലത്ത് നിന്ന് വരുന്നുണ്ടല്ലോ, കാരണം പ്രൊഡക്റ്റ് വരണല്ലോ, വരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റിവേഴ്സ് പിടിക്കാൻ തുടങ്ങി. അതായത് വന്ന് ഡെലിവറി ബോയ് വന്നു. അപ്പൊ ഡെലിവറി ബോയ് എവിടുന്നാണ് വരുന്നത് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഈ ഹബ്ബാണ് പറഞ്ഞു. അപ്പൊ അവിടെ പോയി. അപ്പൊ അവനോട് ഫിസിക്കലി പോയിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് സാധനം. അപ്പൊ ഞാൻ അങ്ങനെ കണ്ട്, ഞാൻ അപ്പൊ ഓൺലൈനിലൊക്കെ റിസർച്ച് ചെയ്തപ്പോ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ സെല്ല് ചെയ്യാന്നില്ല. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ സെല്ലേഴ്സ് ആരും ഇല്ല, ഞങ്ങളവിടെ മലപ്പുറം ഒരാളായിട്ട് ഉണ്ട്, 1-2 ആളായിട്ട് എന്നോട് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ്.
അതിൽ മറ്റേ ആൾ ഇപ്പം ചെയ്യുന്നില്ല, ഇടയ്ക്കൊക്കെ എപ്പോഴും തരും. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഫെമിലിയർ ആവും, ജസീലുണ്ട് നമ്മളെ സ്കെയിലപ്പിൽ. ജസീലിന്റെ പേരാണ് ഒന്ന് എനിക്കന്ന് കിട്ടിയത്. ജസീൽ അന്ന് എന്തൊക്കെ ഇലക്ട്രോണിക് കോമ്പണൻസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നത് ശരി. എന്നിട്ട് ഞാൻ അങ്ങനെ ഫസ്റ്റ് ഇ-കൊമേഴ്സിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ജസീലിന്റെ അടുത്തേക്കാണ്. ആ സമയങ്ങളിൽ അന്ന് എനിക്ക് അപ്പൊ നദീമും അന്ന് ജസീലിന്റെ കൂടെ ഒക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ നദീമിനെ ഞാൻ ജസീലിനോട് എനിക്ക് അത്ര മനസ്സിൽ, പക്ഷെ എനിക്ക് ജസീലിനെയാണ് എനിക്ക് നല്ല ഓർമ്മയില്ല. ജസീലിനായിട്ട് ഞങ്ങൾ കുറെ സംസാരിച്ചു ഞാൻ. എന്നിട്ട് ജസീലാണ് ശരിക്കും എനിക്ക് പ്രൊഡക്റ്റിനെ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ഇതാക്കി തന്ന ആൾ ജസീലാണ് ഹെൽപ്പ് ചെയ്ത് തന്നത്. ബട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ജസീലിനോട് പറയും അന്ന് കാര്യം തുടങ്ങി തന്ന ആൾക്കാരിൽ ഒന്ന് ചെയ്യാണ്. പക്ഷെ ഇപ്പൊ ഈ എന്ത് ചെയ്തു, ഒരു മാറി പിന്നെ ഒരു സ്റ്റാർട്ട് വേറെ രീതിയിലേക്ക് പോയി. ദെൻ ഞാനന്ന് ഇ-കൊമേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അഗൈൻ ഞാൻ നെക്സ്റ്റ് ഇയർ തന്നെ പ്രീമിയം ലെവൽ സെല്ലറായി. അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഈസി ഷിപ്പും സെൽഫ് ഷിപ്പൊക്കെ ആയിട്ടായിരുന്നു. വിത്തിൻ എ സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത്, മേ ബി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും ലെറ്റ്സ് 2018 ആയപ്പോഴത്തേനും FBS എല്ലായിടത്തും പ്രൊഡക്ട്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ലോജിക്ക് കിട്ടി. കാരണം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അന്ന് FBA വിടുമ്പോഴും ഫസ്റ്റ് ഞാൻ വിടുന്നത് ബാംഗ്ലൂർ വേറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നാവും. ഫുൾഫിൽ ബൈ ആമസോൺ. എന്താ FBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ ഷോയിൽ എല്ലാവർക്കും മാക്സിമം അറിയുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. കാരണം ആമസോണിൽ നമുക്ക് എന്തൊക്കെയുള്ളത്, വി ഹാവ് സെൽഫ് ഷിപ്പ്, ഈസി ഷിപ്പ്, FBA, സെല്ലർ ഫ്ലക്സ് അല്ലെ. സെല്ലർ ഫ്ലക്സ് ഒക്കെ പിന്നെയാണ് വന്നത്. ഈസി ഷിപ്പ് അന്ന് സെൽഫ് ഷിപ്പും ഈസി ഷിപ്പും ഉണ്ടായിരുന്നു. സെൽഫ് ഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്താണ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ട്രാക്ക് ചെയ്യാൻ വിൽ ബി സം ഡിഫിക്കൽട്ടീസ് ദർ. അഗൈൻ നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നു, ട്രാക്കിംഗ് കോഡ് ഇത് കൊടുക്കുന്നു. ബട്ട് അഗൈൻ എനിക്ക് തോന്നുന്നത് അന്ന് അത്രത്തോളം എല്ലാ ലോജിസ്റ്റിക്സും ഇത്രത്തോളം അപ്ഡേറ്റഡും അല്ല. കാരണം ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറെ പ്രശ്നങ്ങൾ. കാരണം അന്നത്തെ ലോജിസ്റ്റിക്സ് ഒരു തലവേദന പിടിച്ച ലോജിസ്റ്റിക്സ്. ശരിയാണ്. ഞാൻ എപ്പോഴും പറയും, അന്ന് ഞാൻ മാർക്കറ്റ് പ്ലേസ് പറയണില്ല, ഒരു ലീഡിങ് മാർക്കറ്റ് പ്ലേസിന്റെ ആളുകൾ എന്നോട് പറഞ്ഞു മഞ്ചേരിയാണ് അവർ ഹബ്ബ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു എനിക്ക് ആ മാർക്കറ്റ് പ്ലേസിൽ ബിസിനസ് കൂടി. അപ്പൊ അവരന്ന് പിക്ക് ചെയ്യാൻ വരുന്നത്, ഡെലിവറി ചെയ്യാൻ വരുന്നത് ബൈക്കിലാണ്. അവർക്കൊരു ബോക്സ് ഉണ്ടാവുമല്ലോ, അതിലേക്കാൾ എല്ലാ സാധനവും ഇടുന്നുണ്ടാവുക. ഈ സെല്ലറെ പിക്കപ്പും അതിലാണ് എടുക്കുന്നത്. അപ്പൊ ഇൻഡോമിന്റെ എന്നൊക്കെ പറഞ്ഞ ബോക്സസ് ആണ്. അപ്പൊ ഇതൊരു 5 ഓർഡറോ 6 ഓർഡറിന്റെ മേലൊക്കെ ആയി കഴിഞ്ഞാല് ഇവർക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയണില്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഓർഡർ ഒന്ന് ലിമിറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഓർഡർ ലിമിറ്റ് ചെയ്യാനോ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾ ഒരു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ മറ്റേ ഞാൻ അതിന്റെ ഫൗണ്ടേഴ്സിനും പറയണില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഇത്രയും വലിയൊരു മാർക്കറ്റ് പ്ലേസിന്റെ ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ചെയ്യണം സെല്ലറോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ കംപ്ലൈന്റ് റൈസ് ചെയ്യും, കാരണം ഇത് നിങ്ങൾക്ക്. അപ്പം ഇതിന് വേണ്ടി അതിനെ പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് റൈസ് ചെയ്യും, ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു അപ്പൊ ഇവർക്ക് ഈ ഓപ്പറേഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബിസിനസ് അല്ല, അവർക്ക് ഒരു ഓപ്പറേഷൻ പോകണം, അത്ര ഓർക്കില്ല. അല്ലാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അഗൈൻ അവിടെ ഞാൻ അതിന് കംപ്ലൈന്റ്സ് റൈസ് ചെയ്തു. വിത്തിൻ സ്പാൻ ഓഫ് ടൈമിൽ തന്നെ അവർക്ക് വണ്ടി എന്ത് കിട്ടി, നമ്മളെ ഓട്ടോ ഉണ്ടാവുമല്ലോ മറ്റേ പിക്കപ്പിനില്ലേ, അത് ഇട്ട് കൊടുത്ത്. അങ്ങനെ പിന്നെ മുതൽ അവര് അപ്പൊ പിന്നെ ഇയാൾ വന്നപ്പോ വിളിച്ചു ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചു, സൊല്യൂഷൻ വന്നില്ല ചോദിച്ചു. ബിസിനസ് കഴിഞ്ഞ് ചിലപ്പോൾ നാളെ എനിക്ക് ട്രക്ക് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രക്ക് കൊണ്ട് വരാനുള്ള പരിപാടി ആയിരിക്കണം നോക്കണം. ഇപ്പൊ ശരിയാണ്, ഇപ്പൊ ഒരു മറ്റേ അതിലേക്ക് എത്തണം. അപ്പൊ ബിസിനസിന് സ്കെയിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിന്റെ മോഡിന്റെ വേണ്ട ഓപ്പറേഷൻസും കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നമ്മളെ ഭാഗത്തും ചെയ്യണം, നിങ്ങളെ ഭാഗത്തും ചെയ്യണം. ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടായാലും ഇതൊക്കെ ഗ്രോത്തിലേക്ക് വരുള്ളൂ. അങ്ങനെ ഞാൻ ഈസി ഷിപ്പും സെൽഫ് ഷിപ്പും ചെയ്തു തുടങ്ങി. പിന്നെ ഈസി ഷിപ്പ് എന്താണ് വ്യത്യാസം? സെൽഫ് ഷിപ്പ് ആകുമ്പോൾ നമ്മളെ അഗൈൻ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു, ആമസോണിന്റെ ലോജിസ്റ്റിക്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഈസി ഷിപ്പ് ആകുമ്പോൾ അഗൈൻ എന്തായിരിക്കും, ആമസോണിന്റെ ലോജിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സാധനങ്ങൾ ഒന്ന് പിക്ക് ചെയ്യുന്നു, അവർ തന്നെ എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈസി ഷിപ്പിൽ എന്ത് ചെയ്യുന്നത്. ട്രാക്ക് ചെയ്യാനും കസ്റ്റമർക്ക് ഈസി ആയിരിക്കും. അഗൈൻ ഈസി ഷിപ്പ് ആകുമ്പോൾ എന്തുണ്ടാവില്ല, പ്രൈം ടാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ബട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഉണ്ടായിരുന്നു, പ്രൈം ടാഗ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാം. അഗൈൻ ഞാൻ സെല് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസറി സെഗ്മെന്റ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. അവിടെ ക്രേവിംഗ് വരുന്ന സാധനങ്ങൾ കസ്റ്റമേഴ്സ്ക്ക്. ഇപ്പൊ ഷാനിന് ഒരു പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഇന്നൊരു ക്രേവിംഗ് ആയിട്ട് നൂഡിൽസ് നിങ്ങൾ ഓർഡർ ചെയ്യും, നിങ്ങൾക്ക് അത് ഒരാഴ്ച ഇപ്പൊ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സപ്ലൈ ചെയ്ത് അവിടെ എത്തുമ്പോൾ ഒരാഴ്ചക്ക് എടുത്തിട്ട് സാധനം എത്തുമ്പോൾ അയാൾ ആ ക്രേവിങ്ങിന്റെ പൂജയൊക്കെ മാക്സിമം കഴിഞ്ഞിട്ടുണ്ടാവും, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല കറക്റ്റ് ടൈം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിന് ഇങ്ങനെ ഈ ഒരു രീതിയിലല്ല, ഇതിനെങ്ങനെ ഡെഫിഷ്യന്റ് ആയിട്ട് ഇന്നൊരു മാനറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത എത്ര പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കാം. ഇതിന്റെ കാരണം ഇതിന് മനസ്സിലാക്കിയ കാര്യം, ഞാൻ അന്നേ റിയലൈസ് ചെയ്ത കാര്യം, എത്രത്തോളം ഇതിനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നോ അത്രത്തോളം ഇതിന്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല കാര്യം. ഇതിന്റെ അതാണ് ഇതിന്റെ ഒരു സത്യം. ഇതിന്റെ എഫിഷ്യൻസി നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രയും നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഓക്കെ അഗെയിൻ വി വാണ്ട് ടു, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ സ്പീഡ് ഡെലിവറിയുടെ സ്പീഡ് കൂട്ടണം. അപ്പൊ ഞാൻ അഗെയിൻ
ഞാൻ അന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ പോയി ബാംഗ്ലൂർ നമ്മളെ WTC ആമസോണിൻ്റെ അന്ന് എനിക്ക് മീറ്റിംഗ്സ് ഒക്കെ കിട്ടി. ഞാൻ അങ്ങനെ കാറ്റഗറിയിൽ നമ്മൾ പ്രായം ഇപ്പം അവൻ എനിക്ക് കൊണ്ട് നല്ലൊരു ഹെഡൊക്കെ ആയി മാറി. അന്ന് അവരായിട്ട് മീറ്റിംഗ് ഒക്കെ ഇരുന്ന് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാനന്ന് വിട്ടുപോയ അതിലേക്ക് വരാം. അന്ന് അവൻ എന്നോട് എനിക്ക് FBA ചെയ്യണം, ഇങ്ങനെ FBA ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അഗെയിൻ എനിക്ക് FBA അപ്പോൾ FBAക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഫസ്റ്റ് കൺസൈൻമെന്റ് വിട്ടപ്പോൾ എഗെയിൻ റിജക്ഷൻ വന്നു. ഫുൾഫിൽ FC എന്ത് വന്ന് റിജക്ഷൻ വന്ന് എഗെയിൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സെല്ല് ചെയ്യുന്നത് ബോക്സ് ഔട്ടർ ബോക്സ് സെല്ല് ചെയ്യുന്നത് 40 പാക്കറ്റ്സിന്റെ ബോക്സ് സെല്ല് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ പാക്സ് സെല്ല് ചെയ്തിരുന്നില്ല. കാരണം ഇൻഡിവിജ്വൽ പാക്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപേന്റെ പ്രൊഡക്റ്റാണ്. ട്രാൻസ്പോർട്ടേഷൻ വെച്ചിട്ട് ഒരിക്കലും മുതലല്ല, കസ്റ്റമർക്ക് മുതലല്ല. അന്ന് എനിക്ക് 5 പാക്സും ഇല്ല, ആകെ ഉള്ളത് ഈ 40 പാക്കറ്റ്സിന്റെ ബോക്സ് ആണ്. അപ്പോൾ 40 പാക്കറ്റ്സിന്റെ ബോക്സ് സെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് MRP സ്റ്റിക്കറൊക്കെ അതിമേ വേണമെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് സൊല്യൂഷൻ കണ്ട് അതൊക്കെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് വീണ്ടും സെറ്റ് ചെയ്ത് എഗെയിൻ ഞാൻ FBAക്ക്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെ ലോസസാണ് വരുന്നത് മനസ്സിലായി. ഒരിട്ടം നമ്മൾ അയക്കുന്നു, പിന്നെ വരുന്ന സാധനങ്ങളെ കോലം മാറുന്നു, അതിൽ നിന്ന് ഡാമേജ് മാറ്റുന്നു. ഡാമേജ് ആയ ബോക്സസ് ആണെങ്കിൽ അത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇ-കൊമേഴ്സ് ഫ്രണ്ട്ലി അല്ല കൂടുതലും. അതായത് ഈ ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഒക്കെ കുറെ ചൊറകൾ കൂടുതലായിരുന്നു. കാരണം മറ്റേ നഷ്ടങ്ങളും കൂടുതലായിരുന്നു. പക്ഷെ ഇതിനെ വന്നു പിന്നെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇൻഫർമേഷൻസ് ഒക്കെ സീക്ക് ചെയ്തു. FBAയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ FCയിൽ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്താണ്, എനിക്ക് ബാംഗ്ലൂർ FCയിൽ സാധനം ഞാൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാംഗ്ലൂർ കർണാടക ആ റീജിയന് ഈസി ആക്കിയിട്ട് ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം. ബട്ട് ഡൽഹിയിലെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ ബാംഗ്ലൂർ FC എന്ന് പറഞ്ഞാൽ പിന്നെയും സ്റ്റോക്ക് വീണ്ടും സമയം എടുക്കും, വീണ്ടും എഗെയിൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഐ വാണ്ട് ടു റെപ്ലിക്കേറ്റ് ഇൻ റീജിയൻസ് വെച്ചിട്ട് ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യണം. ദെൻ ഐ സ്റ്റാർട്ടഡ് ഫിഗർ ഇറ്റ് ഔട്ട്. ഡൽഹിയിൽ റെപ്ലിക്കേറ്റ് ചെയ്തു, ഹരിയാന റെപ്ലിക്കേറ്റ് ചെയ്തു, കൊൽക്കത്ത റീജിയൻ, അതായത് നോർത്ത് സോൺ, നോർത്ത് വെസ്റ്റ് സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ, സെൻട്രൽ സോൺ, സൗത്ത് സോണിൽ തന്നെ എനിക്ക് പൊട്ടൻഷ്യൽ ഏരിയാസ് ഹൈദരാബാദും ബാംഗ്ലൂരും കൂടുതൽ പൊട്ടൻഷ്യൽ ഏരിയ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഹൈദരാബാദും ബാംഗ്ലൂരും വേറെ വേറെ തന്നെ എന്ത് ചെയ്തു, റെപ്ലിക്കേറ്റ് ചെയ്തു. അവിടെ ഞാൻ ചെയ്തത് ഹൈദരാബാദും ബാംഗ്ലൂരും വേറെ റെപ്ലിക്കേറ്റ് ചെയ്തു, വേറെ തന്നെ ചെയ്തു വെച്ചു. പിന്നെ അപ്പൊ എല്ലായിടത്തും, അതായത് ആന്ധ്രയിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കും വേഗത്തണം, തെലങ്കാനയിൽ കിട്ടുന്ന ആൾക്കും വേഗത്തണം, കൊൽക്കത്തയിൽ നിന്ന് ആൾക്ക് ഓർഡർ ചെയ്യുമ്പോഴും വേഗത്തണം. ഇതിൽ ഉണ്ടായിരുന്ന റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യൽ സ്റ്റേജിൽ ഏത് ഫ്ലേവർ, ഇപ്പൊ നമ്മളിത് 4 ഫ്ലേവർ ഉണ്ട്, എല്ലായിടത്തും എല്ലാ ഫ്ലേവേഴ്സും ഒരേപോലെ പോകുന്ന ഒരു സാധനങ്ങളായിരിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ടൈം നോക്കാതെ ഇതിനെ ഫോർകാസ്റ്റ് ചെയ്യാതെ സാധനം വിട്ട് കഴിഞ്ഞാൽ FCയിൽ ഇത് ഈ സാധനം കൂടുതൽ കിടന്നാൽ ഏജിങ് ആയി കഴിഞ്ഞാൽ എന്ത് വരും, എക്സ്പയർ മാത്രമല്ല നമുക്ക് പ്രൊഡക്ട്സിന് അവരെന്ത് ചെയ്യും, സ്റ്റോറേജ് ഫീസ് ഈടാക്കും, കൂടുതലാക്കും. അപ്പൊ എത്രത്തോളം നമ്മളെ സ്പേസ് അല്ല അഗെയിൻ. അപ്പൊ ഇതിന്റെ പിന്നെ നിങ്ങൾക്കൊക്കെ ആമസോണിൽ സെല്ല് ചെയ്യുന്ന എല്ലാവർക്കും അറിയുണ്ടാവും, ഒരു കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാ ഡാറ്റയും നമുക്ക് തരില്ല. റിയലൈസേഷൻ നമ്മൾ തന്നെ ഇരുന്ന് നമ്മൾ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മളാണ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് അവരെ ശരിക്കും ഈസിയാക്കാൻ കൈയായിട്ടല്ല, അത് അവരൊരു എന്താണ് ഒരു ബിസിനസ് ആണ്. എന്ത് ഇതിനൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ആക്കിയാലേ ഉള്ളൂ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ. അപ്പൊ എന്തൊക്കെയാണ് അപ്പോൾ ഇതിൽ ഇടൻ സ്റ്റോറേജ് ഫീസും എല്ലാ കാര്യങ്ങളും, അപ്പൊ എല്ലാ ചാർജസും കാര്യങ്ങളൊക്കെ, അതായത് ഇവിടുന്ന് എനിക്ക് എത്തിക്കാനുള്ള ചാർജസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് മനസ്സിലാക്കി ലോജിസ്റ്റിക്സ് എന്ത് ചെയ്യണം, എനിക്ക് ലോജിസ്റ്റിക്സ് വെച്ചിട്ട് B2B, അതായത് പാർട്ട് ലോഡായിട്ട് എനിക്ക് FCCയിലൊക്കെ ഒന്ന് സാധനം എത്തിക്കുമ്പോൾ അവിടെയും ഞാൻ ബേണാണ്. ബട്ട് ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ബേണൊക്കെ എടുത്തു. ചിലയിടത്ത് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് ഞാൻ FCCയിലൊക്കെ സപ്ലൈ ചെയ്തു. എല്ലാ കളിയും അവിടെ കളിച്ചു നോക്കി. കാരണം എനിക്ക് ഇത് എങ്ങനെ, പിന്നെ ഒരു സ്പാൻ ഓഫ് ടൈമിൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ വരുന്നു, ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നു. കാരണം ഇതിൽ FBAയുടെ വർക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഒന്ന് അറിയുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, FBAയിൽ ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോക്ക് വെച്ച്, ഡൽഹിയിൽ വെച്ച്, കൊൽക്കത്തയിൽ വെച്ച് പ്രൈം ടാഗ് ഉണ്ടാവും പ്രൊഡക്റ്റിന്. ബാംഗ്ലൂർ സാധനം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിയറസ്റ്റ് ബാംഗ്ലൂരിലേക്ക് സാധനം ഓർഡർ വന്നു, ബാംഗ്ലൂർ FCയിൽ സ്റ്റോക്ക് ഇല്ല, സാധനം വരെ എവിടുന്നാണ്, നിയറസ്റ്റ് FC എന്ന സാധനം വരാം. സോ ലെറ്റ്സ് നിയറസ്റ്റ് FCൻ്റെത് ഹൈദരാബാദാന്ന് കിട്ടാം, ഹൈദരാബാദിൽ നിന്നായിരിക്കും എന്ത് ചെയ്യാം സ്റ്റോക്ക് എത്തുന്നുണ്ടാവാൻ എത്താം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആമസോണിൽ നിങ്ങൾക്ക് അറിയുന്ന നാഷണൽ ലെവൽ ഷിപ്പിംഗ്, റീജിയണൽ ലെവൽ ഷിപ്പിംഗ്, ലോക്കൽ ഷിപ്പിംഗ്, 3 ടേംസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഡൽഹിക്ക് സാധനം ഞാൻ വിട്ട് എഗെയിൻ ഞാൻ നല്ല കോസ്റ്റ് ബേൺ ചെയ്തിട്ടായിരിക്കും ഡൽഹിയിലേക്ക് ഞാൻ സാധനം വിട്ടിട്ടുണ്ടാവുക. ഈ ഡൽഹിക്ക് അഗെയിൻ സൗത്തിൽ നിന്നും ലെറ്റ്സ് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഓർഡർ ചെയ്തിട്ടാണ് ഓർഡർ വരുന്നതെങ്കിൽ ഈ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർക്കാണ് സാധനം വന്നാൽ അഗെയിൻ നാഷണൽ ഷിപ്പിംഗ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പുറത്തെ സാധനമല്ല, ബാംഗ്ലൂർ സാധനമല്ല, ഹൈദരാബാദ് സാധനമല്ല. അപ്പൊ അവിടെ സാധനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഡൽഹി FC എന്നാണ് സാധനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു, അഗെയിൻ സാധനം നേരെ വരുന്നത് എവിടുന്നാണ്, ഡൽഹിന്നാണ് സാധനം വരിക. അപ്പൊ ഈ ഡൽഹി കൂടുതൽ കോസ്റ്റ് വരും. കാരണം റിയലൈസേഷൻ ചാർട്ട് വരുമ്പോൾ അഗെയിൻ അപ്പൊ നമുക്ക് അവിടെ ഒരു ബിസിനസ് പാർട്ടിൽ ഏറ്റവും ചലഞ്ച് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയകളിലും കറക്റ്റായിട്ട്
സ്റ്റോക്ക് അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആവാതെ ഇതിന് മാനേജ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം സ്റ്റോക്ക് ഔട്ട് വരാൻ പാടില്ല. കാരണം സ്റ്റോക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നുണ്ടാവും, പക്ഷെ കോസ്റ്റ് പോക്കറ്റ് നമ്മളത് ബേണാവും. കറക്റ്റ്. കാരണം എന്താണ്, ഡൽഹിയിൽ നിന്നാണ് സാധനം വരുന്നത്. ഇതേമാതിരി തന്നെ ഇതും ലെറ്റ്സ് കൊൽക്കത്ത, അതായത് വൈസ് വേഴ്സ. കാരണം ഈ ഡൽഹിക്ക് വിട്ട സാധനം ഞാൻ ഡൽഹിയിലേക്ക് വിട്ടു, വീണ്ടും ഡൽഹിയിൽ നിന്ന് തിരിച്ചാണ് കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നത് സൗത്തേക്ക് പിന്നെയും വരുന്നത്. കറക്റ്റ്. അപ്പൊ ഇതിൽ നമുക്ക് ബേൺ ആവുന്ന കാര്യം ഡബിൾ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതില് പിന്നെ ഇവിടെ ഒരു ചലഞ്ചസ് എല്ലാവർക്കും FB ഒക്കെ ചെയ്ത എല്ലാവർക്കും ഒന്ന് അറിയുന്നുണ്ടാവും, അപ്പോയിന്റ്മെന്റ്സ് കിട്ടാൻ ചലഞ്ചസ് ആയിരുന്നു. അതെ, നമ്മളന്ന് അവിടെ ബാംഗ്ലൂരൊക്കെ ചെയ്യുന്ന BLR 5ഉം BLR 7 ഒക്കെ ആയിരുന്നു. അപ്പൊ ചില FCs ക്ലോസ് ചെയ്യും, ചില FCസിൽ റെസ്ട്രിക്റ്റഡ് എന്ത് ചെയ്യും, നമുക്ക് തന്നെ പിന്നെ നമുക്ക് ഇതിനനുസരിച്ച് ഒരു സ്പേസ് കൂട്ടി തന്നിരുന്നു. അപ്പൊ മാക്സിമം സ്റ്റോക്സ് എന്ത് ചെയ്യും. അല്ല, അപ്പൊ നിങ്ങൾക്ക് സെല്ലിംഗ് ഈസി ആയിരുന്നു ആക്ച്വലി. നിങ്ങൾക്ക് ഇൻഡോമി എന്നുള്ള ബ്രാൻഡ് അപ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഒക്കെ പുഷ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ കാറ്റഗറിയിൽ നമുക്ക് ലീഡൊക്കെ ചെയ്തു കൊടുന്നു. അല്ല, അതെങ്ങനെയാ നിങ്ങൾ ആഡ്സ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ അതിന് ഞാൻ മെയിൻലി അന്ന് നമ്മൾ ക്യാമ്പയിൻ മാനേജറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആഡ്സും പെർഫോമൻസ് മാർക്കറ്റിംഗും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് സോഷ്യൽ മീഡിയ പുഷും. കാരണം ഇൻഡോമിയുടെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിനൊക്കെ എനിക്കൊണ്ട് 25K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെ ഫാൻ ബേസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ പുഷ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എൻ്റെ അന്നത്തെ ആ ഒരു പ്രൊഡക്റ്റിലെ ഒരു SKUവിന് തന്നെ ഐ തിങ്ക് മോർ ദാൻ 12,000 റിവ്യൂസ് ഒരു പ്രൊഡക്റ്റിന് മേ ബി നിങ്ങൾ ആമസോണിൽ കയറി സെർച്ച് ചെയ്യുക ഇൻഡോമി, ദെൻ ലുക്ക് ഓൺ ദ റിവ്യൂസ്, ദെൻ ലുക്ക് ഓൺ ഹൂ ഇസ് ദ സെല്ലർ. സോ ഈ ഒരു സ്ക്രാച്ച് നിന്ന് ഞാൻ ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മോർ ദാൻ 12,000 റിവ്യൂസിലേക്ക് നമുക്ക് കാര്യമല്ല. കാരണം ആമസോണിൽ സെല് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും 10 റിവ്യൂ അല്ലെങ്കിൽ ഒരു 100 റിവ്യൂ അടക്കം നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്സ് നമ്മൾ ഇടണം. റിവ്യൂ നിങ്ങൾ എഫേർട്ട് ഇട്ടിരുന്നു? കാരണം അതിൽ ഏറ്റവും വെച്ചിരുന്ന കാര്യം നമ്മളെ കസ്റ്റമർ മറ്റേ പോയിന്റ് ഓഫ് വ്യൂവില് കസ്റ്റമേഴ്സിന് എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഞാൻ നല്ല രീതിയിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ അവരെ കൊണ്ട് തന്നെ പുഷ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ പാക്കറ്റ്സിലൊക്കെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആര് വിളിക്കുന്നത്, കാരണം ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമുക്കറിയാം, അവരെ സോർട്ട് ചെയ്തിട്ട് അവരെ കൊണ്ടൊക്കെ നല്ലോണം റിവ്യൂസ് ഇടിപ്പിച്ചിരുന്നു. കാരണം എഗെയിൻ നമ്മൾ പണ്ടത്തെ പറയുന്നത് ഓഫ്ലൈൻ ബിസിനസ്സും അതിലല്ല ഓൺലൈൻ ബിസിനസ്. ഓൺലൈനിൽ ഇന്നത്തെ ഞാൻ എല്ലാവരോടും പറയും, ഓൺലൈനിൽ നിങ്ങൾ കളിക്കുമ്പോൾ നല്ല രീതിയിൽ കൈ പൊള്ളും എന്നൊരു രീതിയിൽ തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം കളിക്കാൻ. കാരണം എന്താണ്, കടയിലൊരു പ്രശ്നം വന്നാൽ അത് അവിടെ തീർന്നു. ഓൺലൈനിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാലാകാലം നാട്ടുകാരെല്ലാവരും തീർന്നു. കാരണം ഒരു റിവ്യൂവിനെ നമുക്ക് ഒരു നെഗറ്റീവ് റിവ്യൂവിനെ ചിലപ്പോൾ 10 റിവ്യൂ കണ്ടുവരും, നമുക്ക് എന്ത് ചെയ്യാന് അതിനൊന്ന് മേലൊക്കെ ഒന്ന് ടാക്കില്ല. ആ റിവ്യൂ എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ റിവ്യൂ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഹാക്ക് ചെയ്തിരുന്നോ? എന്തെങ്കിലും ഗ്രോത്ത് ഹാക്ക് ചെയ്തിരുന്നോ? അതായത് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന് മേ ബി നമ്മൾ റിവ്യൂ ഒരു കാർഡ് ഇതൊക്കെ ഇട്ട് കൊടുക്കും. ബട്ട് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഒന്നും, പക്ഷെ എന്നാലും നമ്മൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രീതിയിൽ നമ്മൾ ഒരു പാരലലി നമ്മൾ റിവ്യൂ ഒന്ന് തരുകൊണ്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പുറത്ത് കൂടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഹെൽപ്സ് എ ലോട്ട്. പിന്നെ അഗെയിൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം, മെർക്കൻഡൈസ് ഉണ്ടല്ലോ, ഇൻഡോമിന്റെ മെർക്കൻഡൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അയച്ചു കൊടുക്കും. മേ ബി അവര് ഓർഡർ ചെയ്ത സാധനത്തിന് അതിന്റെ പിന്നെ എന്താ പറയാ ഗിഫ്റ്റുകൾ, അതായത് ഇപ്പൊ ലെറ്റ്സ് അംബ്രല മുതല് പല വാല്യൂ ഉള്ള പ്രൊഡക്ട്സും, മേ ബി കീച്ചെയിൻ അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ചില കസ്റ്റമേഴ്സിനൊക്കെ നല്ല ബാഗ്സ് കാര്യങ്ങളടക്കം ഗുഡീസ് അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളിലും. കാരണം അതായത് അവർ മേടിച്ച പ്രൊഡക്റ്റിനുള്ള അപ്പൊ അവർക്ക് ഒരു വാല്യൂ ഉള്ള സാധനങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അപ്പൊ അവരാണെങ്കിലും നാളെ ഇപ്പോൾ ഷാൻ ബ്രോക്ക് ഒരു ഇഷ്യൂ വന്നു, ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു ടാക്കിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുഡീസും പ്രൊഡക്ട്സ് ഒക്കെ റീപ്ലേസും ചെയ്തു തന്നു, നിങ്ങൾ എന്തായിരിക്കും കൂടുതൽ സാധനം കിട്ടി. അതെ. അപ്പൊ നിങ്ങൾ എന്തായാലും ആളോട് പറയാ, അല്ലേ ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടോ, അപ്പൊ എന്തായി അവരിങ്ങനെയാണ് സോർട്ട് ചെയ്തത്, ഐ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ ഇനി ഇങ്ങനെ തന്നെ. സോ ഞാൻ എപ്പോഴും പറയല്, ഈ ഓരോ കസ്റ്റമർ അക്വിസിഷനിലും നമ്മൾ ഓരോ കോസ്റ്റും ശരിക്കും ബേൺ ചെയ്യുന്ന ഒരിക്കലും നോക്കാൻ പാടില്ല, കാര്യമില്ല. നമ്മൾ ലോങ് ടേം വിഷനിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ബിസിനസ് ലോങ് ടേം ആണ്, അത് നമ്മൾ അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത് അർത്ഥം. ഇതിൽ നമ്മൾ ഷോർട്ട് ടേം ഗോൾസും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സേവ് ചെയ്യാന്നുള്ളത് ഒരു എസ്പെഷ്യലി ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബോധേഡ് ആവാൻ പാടില്ല അർത്ഥം. അപ്പൊ അഗെയിൻ പിന്നെ വന്ന കാര്യം, പിന്നെ അന്ന് ഞാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ വേൾഡ് ട്രേഡ് സെന്ററിൽ മീറ്റിംഗ് ഇരുന്ന സമയത്ത് അന്ന് തന്നെ അവരെന്നോട് പറഞ്ഞു, യു ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് അതർ SKUs ഓൾസോ. കാരണം ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു വെണ്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്ത് എനിക്ക് ഒന്ന് ലാഗ് വന്നൊരു കാര്യം, വേറെ പല ബ്രാൻഡ്സും ഞാൻ ഒരു ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു 2-2.5 വർഷം കഴിഞ്ഞു. പക്ഷെ ആ 2.5 വർഷം ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. കാരണം അന്ന് ഈവൻ എന്നോട് പറഞ്ഞു ആൾക്കാരില്ല, തീരല്ല തന്നെ പറയാം. കാരണം ആ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വെരി ഫ്യൂ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ഞാൻ അന്ന് നോക്കി എൻ്റെ കൂടെ അന്ന് ആ സമയത്ത് ഞാനിത് ചെയ്യുമ്പോൾ വേറെ പല ഓൺ ബ്രാൻഡ്സിലിട്ട പല ആളുകളും ഭയങ്കര രീതിയിൽ പിന്നെ അവരും ഗ്രോ ചെയ്തു. കാരണം ഞാൻ വേറെ ബ്രാൻഡുകളൊക്കെ ഞാൻ ഇപ്പോൾ ഒബ്വിയസ്ലി ഇൻഡോം ഇൻ്റെ ബ്രാൻഡ് അല്ല, അതെ കറക്റ്റ്, ഞാനിതിൻ്റെ ഡീലറാണ്, ഇതിൻ്റെ ഇവിടെ ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ഡീലറാണ്. ബട്ട് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു മൈ ബ്രാൻഡ് ഇറ്റ്സ് നോട്ട് മൈ ബ്രാൻഡ്. പക്ഷെ അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത കാര്യം, ഞാൻ അന്ന് ഈ സാധനങ്ങൾ അതേമാതിരി പാരലിൽ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എഗെയിൻ അതും ഓൺലൈനിലും ഇതേമാതിരി നമുക്ക് കടപിടിക്കാൻ പറ്റുന്നൊരു ഒപ്പം നമുക്ക് എത്തിക്കായിരുന്നു. അത് റിയലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എനിക്ക് കൊണ്ടതൊരു 2 year ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് എവിടെയും സ്ട്രഗിളിംഗ് ആണ്. കാരണം ഇവിടെ ഇതൊക്കെ ഓപ്പറേഷൻസിന്റെ ഇതിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ എന്നോട് പുഷ് ചെയ്യുമ്പോഴും ഞാൻ പറയുമ്പോൾ അഗെയിൻ ഓക്കെ ലെറ്റ്സ് സി കാരണം അന്ന് അവർക്ക് സെല്ലേഴ്സിനെ വേണ്ടത്. പല കൂടുതൽ ആൾക്കാരും അവർക്ക് എന്ത് ചെയ്യണം, സെല്ലേഴ്സിനെയും ഇവര് ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ അന്ന് എനിക്ക് സെല്ലർ ഫ്ലെക്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്ത സമയത്ത് സെല്ലർ ഫ്ലെക്സ് പ്രോഗ്രാം തന്ന്. എന്നിട്ട് സെല്ലർ ഫ്ലെക്സിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സ്പേസിനെ FBI മോഡലിലാക്കാന്നുള്ളത്. കാരണം പ്രൈം ടാഗ് കിട്ടുന്നത് എന്തിനാണ്, FBA ആണെങ്കിൽ നമുക്ക് പ്രൈം ടാഗ് കിട്ടുന്നത്. അപ്പൊ സെല്ലർ ഫ്ലെക്സ് തന്നിട്ട് കിട്ടുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണ്, നമ്മളെല്ലാ വെയർ ഹൗസിനും എസ്പെഷ്യലി കേരളത്തിലേക്കാണ് അത് കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയിരുന്നത്. കാരണം എന്താ, നമുക്ക് ഇവിടെ ഒരു FBA സെറ്റപ്സ് ഉണ്ടായില്ല. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, പെൻകോണ്ട് കാലിക്കറ്റും കൊച്ചിയിലും ഇവിടെയൊക്കെ MFN മോഡൽ മറ്റേ മോഡലിലായിരുന്നല്ലോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതായത് തേർഡ് പാർട്ടി അതായത് വെയർ ഹൗസസ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അവരായിരുന്നു പ്രൈം ടാഗ് തന്നിരുന്നത്. പക്ഷേ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം വെയർ ഹൗസിന് നമുക്ക് പ്രൈം ടാഗ് കിട്ടാൻ വേണ്ടി സെല്ലർ ഫ്ലെക്സിന് ഓപ്റ്റ് ചെയ്യാന്നുള്ളത് വന്നു. അപ്പൊ ആദ്യം ഇവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സെല്ലർ ഫ്ലെക്സ് ഇപ്പോൾ ആവശ്യമില്ലല്ലോ. കാരണം അഗെയിൻ ഞാൻ FBSലൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, മോർ ഇതിലാരും സ്പീഡ് ആയിട്ട് ഒന്നും കൂടി ആമസോണിന്റെ ഡയറക്റ്റ് വെയർ ഹൗസ് തന്നെയാണ്. പിന്നെ എനിക്കിപ്പോ അതിന്റെ ആവശ്യം നന്ദി ഞാൻ ആലോചിച്ചു. പക്ഷെ ശരിക്കും നന്ദി ആവശ്യമായിരുന്നു, എടുക്കേണ്ടതാണ് അപ്പൊ തന്നെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ഓൺ ബ്രാൻഡ്സും പ്രൊഡക്ട്സുകളും എനിക്ക് ഒരിക്കലും അസ്യൂം ചെയ്യാൻ കഴിയൂല. ഇതിനെനിക്ക് ഡൽഹിയിലും കൊൽക്കത്തയ്ക്കും ഇപ്പൊ ഞാൻ അതില് ഒരു ആഡ് ചെയ്യുന്നത് കാർഡമ, ലെറ്റ്സ് അസ്യൂം എനിക്ക് കാർഡമ ഉണ്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ട്. ഇതിനൊരിക്കലും എനിക്കൊരു എക്സ്പെക്ടഡ് സെയിൽ നോർത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അഗെയിൻ ഇതൊരു സ്റ്റാർട്ടിംഗ് ബ്രാൻഡ് ആയിരിക്കും, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സാധനങ്ങളായി. ഞാൻ അവിടെ ഒക്കെ ഇതിനെ കൊണ്ടുപോയിട്ട് FBAയിൽ ഇതിനൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുക, കുറെ സ്റ്റോക്ക് എനിക്ക് തിരിച്ചു വരിക, ഡാമേജ് ആവുക. എഗെയിൻ ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബേണിംഗ് വരുന്ന സാധനമായിരിക്കും. പക്ഷെ അത് ഞാൻ സമയം പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഇതിനല്ല. അതായത് നമ്മളൊരു ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്ട്സിനല്ല, ഡെവലപ്പ് ചെയ്ത് വരുന്ന സാധനങ്ങൾക്ക് സെല്ലർ ഫ്ലെക്സ് എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇത് പറഞ്ഞു ആദ്യം അവർ എന്റെ പിന്നാലെ നടന്നു, പിന്നെ ഞാൻ അവരെ പിന്നാലെ നടത്തും. കാരണം ഇത് എങ്ങനെയെങ്കിലും ഇത് വേഗം വീണ്ടും ഞാൻ അവരെ ബ്രോ എനിത്തിങ് അഗെയിൻ ഐ വാണ്ട് ദിസ് തിങ് ബിക്കോസ് ഐ എം പ്ലാനിങ് മോർ ഓൺ ബ്രാൻഡ്സ് ആൻഡ് ആൾ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഒടുക്കം ശരിയാക്കി എടുത്തു, പിന്നെ സെല്ലർ ഫ്ലെക്സ് ആക്കി. ബട്ട് ഇപ്പൊ സെല്ലർ ഫ്ലെക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലർ ഫ്ലെക്സിൽ പ്രൊഡക്ട്സ് ഒക്കെ പുഷ് ചെയ്യുന്നുണ്ട്. സെല്ലർ ഫ്ലെക്സ് നിങ്ങൾ സ്വന്തം വെയർ ഹൗസിന് ഇപ്പൊ നമ്മള് പുഷ് ചെയ്യുന്നു. സെല്ലർ ഫ്ലെക്സിൽ ഇപ്പൊ നമുക്ക് നമ്മളെ വെയർ ഹൗസിന് നമുക്ക് എന്തുണ്ട് സെല്ലർ ഫ്ലെക്സ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വെയർ ഹൗസ് ഉണ്ട് ഇപ്പൊ എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 10-12 വെയർ ഹൗസസ് ഉണ്ട്. സെല്ലർ ഫ്ലെക്സിന് ഞാൻ വേറെ തന്നെ ടീം ഓൺലൈനിന്റെ വേറെ തന്നെ ആക്കിയിട്ട് വെച്ച് മനസ്സിലായി. ബട്ട് അഗെയിൻ ഇന്നിപ്പോ ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇ-കൊമേഴ്സ് ആമസോൺ ഇതൊക്കെ റൂൾ ചെയ്യുക എന്നതായിരുന്നു ഗ്രോസറി സെഗ്മെന്റിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെയും ഞാൻ പറഞ്ഞതൊരു സ്റ്റോറിയും കൂടി ഞാൻ പറയാം. കോവിഡിന്റെ സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് ആമസോണും പിന്നെ ഞാൻ ബിഗ് ബാസ്ക്കറ്റ് ഒക്കെ ചെയ്തിരുന്നു. ബിഗ് ബാസ്ക്കറ്റും ഗ്രോഫേഴ്സും ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഗ്രോഫേഴ്സ് ഇപ്പം ബിഗ് ബാസ്ക്കറ്റ് അക്വയർ ചെയ്തു. അല്ല, ഗ്രോഫേഴ്സിന് ഗ്രോഫേഴ്സും സൊമാറ്റോ ബ്ലിങ്കിറ്റ് അക്വയർ എന്ത് ചെയ്ത് ബ്ലിങ്കിറ്റ് ആക്കി. ബിഗ് ബാസ്ക്കറ്റ് വേറെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ ബിഗ് ബാസ്ക്കറ്റ് അന്നൊരു സമയത്ത് ഷെഡ്യൂൾഡ് ഡെലിവറി എന്ന് കൊടുത്തിരുന്നത്. അതായത് ഇ-കൊമേഴ്സിന്റെ അതായത് ഇതൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഈ ഓരോ ജേണിയിലും ഞാൻ ഓരോ ഇതിലും ഞാൻ പോയിരുന്നു. എല്ലാത്തിലും സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ആമസോണിൽ സെല് ചെയ്യുമ്പോൾ ഞാൻ FBA ആണ് നല്ല ഉഷാറായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരിക്കലും, കാരണം ആമസോണ് ഒരിക്കലും നിങ്ങളൊക്കെ ആർട്ടിക്കിൾസിൽ വായിച്ചിട്ടുണ്ടാവും, ഇത്ര ഇന്ത്യയിൽ വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയിട്ട് പ്രോഫിറ്റ്സ് എടുത്ത കമ്പനീസ് അല്ല. ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ ചിന്തിച്ചിരുന്നത് ഇനി ഇത് ശരിക്കും അവരൊരു മൊണോപ്പൊളി ആക്കാനുള്ള പരിപാടിയാണ്, ഇവരെന്നെ ഉള്ളൂ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ റൂൾ ചെയ്യും, വേറെ ആരും വരില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കോവിഡ് വന്ന സമയത്ത് ശരിക്കും ഞാൻ എല്ലാവരോടും പറയും, ഞാൻ ഓഫ്ലൈൻ ബിസിനസ്സിൽ മാത്രം ഒന്ന് പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ കുറെ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഈ കോവിഡ് വന്ന സമയത്ത് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈനിൽ നല്ല രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സ്കെയിൽ ചെയ്യാൻ ഈസിലി. കാരണം അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോമിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം തന്നെ എനിക്ക് പറയാം. നമുക്ക് ലൈഫിൽ എല്ലാ സമയത്തും
നമുക്ക് പടച്ച ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. അതായത് ഈ ഇതെടുത്തോ, ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് എന്തുകൊണ്ടും എനിക്ക് അന്ന് വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഒബ്വിയസ്ലി അതായത് FMCG പ്രൊഡക്ട്സിനൊക്കെ നല്ല ഡിമാൻഡുകളൊക്കെ ഓർക്കുന്നുണ്ടാവും. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഓടിപ്പോയാണ്ട് ഗ്രോസറീസ്, ബിസ്ക്കറ്റ്സ്, നൂഡിൽസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു ബൾക്കായിട്ട് പാനിക് ബൈങ് ആയിരുന്നു. അതായത് പാനിക്, ആളുകൾക്ക് ഒരു പേടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കിട്ടാതെ ആവോ, ഫുഡൊന്നും കിട്ടാതെ ആവോ, എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കണം, ഇനി അറ്റ്ലീസ്റ്റ് എനിക്ക് സർവൈവ് ചെയ്ത് നിൽക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മളെ കണ്ടത്. കാരണം എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് ആൾക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു അന്ന്. സൂപ്പർ മാർക്കറ്റിന്റെ അതിനേക്കാൾ ക്രാക്ക് ചെയ്യുന്ന ഞാനെന്താ പറയാ 10x ഒക്കെ ആയിരുന്നു ബിസിനസ് ഗ്രോത്ത്. 10x 15x ഒക്കെ ആയിട്ട് ഓൺലൈനിൽ ബിസിനസ് വന്ന് കൂടി. അതായത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഈവൻ സ്റ്റോറുകൾ പോലും അടച്ച സമയത്ത് ഫുൾ ഡെലിവറികൾ മാത്രം. അന്നും ഞങ്ങൾ കണ്ടെയ്നേഴ്സും ഇതൊക്കെ വരുമ്പോൾ ക്ലിയറൻസിനും ഫുഡ് ഐറ്റംസ് നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം എന്താണ്, ഫുഡ് ഐറ്റം ഈസി ക്ലിയറൻസ് പറ്റുള്ളൂ, പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ പോർട്ടലൊക്കെ നമുക്ക് സാധനങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടും, നോ പ്രോബ്ലം. നമുക്ക് വേഗം എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് വരുന്നത്. ആകെ ഷിപ്മെന്റ് ലോജിസ്റ്റിക്സിന്റെ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഗെയിൻ ഓൺലൈനിൽ ബിഗ് ബാസ്ക്കറ്റ് മാരത്തൊക്കെ ആളുകളൊക്കെ അതൊക്കെ സ്കൈ റോക്കറ്റ് ചെയ്തു, നല്ല ബിസിനസ്സായി. ബിഗ് ബാസ്ക്കറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബിഗ് ബാസ്ക്കറ്റിംഗ് ഓഫേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഷെഡ്യൂൾ ഡെലിവറി ആയിട്ട്. അതായത് രാവിലെ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കുന്നു, അടുത്ത ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം, അതായത് സ്ലോട്ട് ഡെലിവറി. ഒരു സ്ലോട്ട് ഇന്ന സമയത്തിന്റെ ഉള്ളിൽ ഇന്ന സമയം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേ ഡെലിവറി. ഇതായിരുന്നു സ്കെഡ്യൂൾ ഡെലിവറി മോഡലായിരുന്നു ഇവരൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരും അതിന്റെ കൂടെ ഉണ്ട്. ആമസോണിന്റെ എന്ത് ചെയ്യുന്നു, ആമസോൺ ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ബട്ട് ഓൺലൈനിൽ അന്ന് ഞാൻ ചെയ്ത ഒരു മെയിൻ, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, എനിക്കന്ന് സ്റ്റോക്ക് കിട്ടുന്ന കാര്യം ലിമിറ്റഡ് ആണ്. കാരണം അഗൈൻ ഞാൻ ഇത്ര ഫോർകാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, കാരണം ഇമ്പോർട്ട് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് അഗൈൻ 3-4 months എപ്പോഴും ഞാൻ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ഇത്ര ഓർഡേഴ്സ് പുഷ് ചെയ്യാം. ഇത്ര ഇങ്ങനെ ഒരു സ്പൈക്ക് വരുന്നില്ല ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ അപ്പുറത്തേക്ക് പിന്നെ ഓഫ്ലൈനിൽ സെയിൽ കുറഞ്ഞില്ലായിരുന്നോ? ഓഫ്ലൈനിൽ കിരാണ സ്റ്റോഴ്സും ചില ഇതല്ലോ, ബട്ട് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ സ്കൈ റോക്കറ്റഡ് ആയിരുന്നു. അവിടെയും ബിസിനസ് ഉണ്ട്. ബട്ട് അതിലാറെ എത്ര ടൈംസ് വലുതായിരുന്നു ഇ കൊമേഴ്സിലൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നതെന്ന് അർത്ഥം. എഗെയിൻ ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് കാരണം ആളുകൾക്ക് അവിടെ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പോവാൻ ലിമിറ്റേഷൻസ് കുറെ ഉണ്ടായിരുന്നില്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേസാവും പോലെ വിഷയങ്ങൾ. അപ്പൊ ആളുകളൊക്കെ ഓൺലൈനിലേക്കായി. ഈവൻ എനിക്ക് കൊണ്ട് കുറെ ഫുഡ് ഡെലിവറി ആപ്പുകളൊക്കെ ആ സമയത്താണ് പൊട്ടി. അവർക്കൊക്കെ ബിസിനസ് രീതി, കാരണം എനിക്ക് തൊട്ട് മുന്നേ ഫുഡ് ഡെലിവറി ആപ്പ് വന്ന ആളുകൾക്കൊക്കെ ആ സമയമാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബിസിനസ് ആക്കി. ആ ഓൺലൈൻ വിപ്ലവം വന്നത് ശരിക്കും കോവിഡ് ആ ട്രാൻസ്ഫോർമേഷൻ ടൈമാണല്ലോ. അപ്പൊ ഇത് വന്നു, ഞാൻ എന്ത് ചെയ്തു, ഇവരിലൊക്കെ സാധനം കൊടുക്കാൻ നിന്ന്. ബിഗ് ബാസ്ക്കറ്റ് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത ബിസിനസ്സുകൾ. അപ്പൊ ഞാൻ അന്ന് ചെയ്തൊരു സ്ട്രാറ്റജിയാണ്, മലപ്പുറം ബാക്കി കോഴിക്കോടും ഇവിടുത്തെ ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്യാനുള്ള കൂടുതലേ നോക്കിയത്. അതർ സ്റ്റേറ്റുകളിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ഏരിയാസ് ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയായി, അവിടൊക്കെ അടിച്ചിട്ടു സാധനം. ഇതിന്റെ മുന്നേ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഇന്നോട്, അപ്പൊ ഇന്റെ അവിടുത്തെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും നദീം ഭായ് അഭി ഇതൊക്കെ മേനക്കോ സ്റ്റോക്ക് ചായേ, അപ്പോൾ ഇവരിങ്ങനെ എന്നോട് വിളിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് സ്റ്റോക്കാണ്. ഇവിടുത്തെ ആൾക്കാർ എന്നോട് സ്റ്റോക്ക് വെക്കും. ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ ആൾക്കാർ ക്വാണ്ടിറ്റി വെച്ച് കഴിഞ്ഞാൽ പട്ട കട്ട് ചെയ്ത് ഇവിടേക്ക്, കാരണം ഈ മാർക്കറ്റ് ഒന്നും നമുക്ക് ഇവിടെ ഉണ്ട്. കറക്റ്റ്, നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാം. കാരണം ഇത് ഞാൻ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കിട്ടൂല. അവിടെ വരുന്നൊരു ഇപ്പൊ കയറ്റി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, മാഗി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ടാ. കാരണം അവരും അസ്യൂം ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഇങ്ങനെ ഒരു പാനിക് ബൈങ് അവർക്കും വരുന്നില്ല, അവരും ഇത് ചെയ്യുന്നില്ല. ആളുകൾക്ക് കിട്ടിയ സാധനം മേടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം, ഇത് എനിക്കൊരു റൈറ്റ് ടൈമാണ്. എനിക്ക് മാക്സിമം ഞാൻ പെനട്രേഷൻ ചെയ്യാത്ത എല്ലാ മാർക്കറ്റ്സിലും എനിക്ക് പ്രൊഡക്ഷന് അവൈലബിൾ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. വേഗം എന്ത് ചെയ്തു, എല്ലാം പെനട്രേറ്റ് ചെയ്യാത്ത എല്ലാം എൻ്റെ മേജർ കോർ ഏരിയാസ്, എനിക്ക് റിപ്പീറ്റേഷൻ വരുന്നില്ല കോർ ഏരിയാസിലൊക്കെ എനിക്കറിയാം. കാരണം ഇവിടെ ഇത് നല്ല മാർക്കറ്റാണ്, ഇവിടെ വിൽക്കാൻ, ഇവിടെ ഇന്ന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവിടെ എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അഗൈൻ ദേ വിൽ കം, ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവരുടെ അടുത്തേക്ക് വരും എന്നില്ല ഉറപ്പാണ്. തൽക്കാലം ആൾക്കാർക്ക് നൂഡിൽസ് കൊടുത്താൽ അപ്പൊ ഇവിടെ തെറ്റാനും പാടില്ല, കുറച്ച് കാര്യങ്ങൾ ഇവിടെയും കൊടുക്കണം. ബാക്കി ഇല്ലാടത്തൊക്കെ നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വരുന്നു, ഒക്കെ സാധനങ്ങൾ വരുന്നു, സ്റ്റോക്ക് ഔട്ട് ആണ്. പ്രോബ്ലത്തിന് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. പ്രോബ്ലത്തിന് എന്ത് ചെയ്ത് നല്ല രീതിയിൽ എല്ലായിടത്തും ഇത് ചെയ്ത് വെച്ച് ഫുൾഫിൽ ചെയ്ത് കൊടുത്ത് സാധനം വരുന്നു, സ്റ്റോക്ക് ഔട്ട് ആണ്. അവിടുന്ന് പിന്നെ റിപ്പീറ്റ് ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നു. കാരണം അവിടെ എന്താ വെച്ചാൽ ഷെൽഫുകളിൽ വരുന്നു, സ്റ്റോക്ക് ഔട്ട് ആണ്. ആളുകൾക്ക് ഇൻഡോമി അറിഞ്ഞിട്ടൊന്നുമല്ല, അവിടെ നൂഡിൽസ് കിട്ടിയാൽ മതി, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ ഇത് കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളെ ലോക്ക്ഡൗൺ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് വന്ന് ആ 2-3 മാസം കൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ റിപ്പീറ്റേഷൻ ഓർഡേഴ്സ് വരാനും തുടങ്ങി. കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റിൽ നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഇത് ശരിക്കും ഞാൻ പറയാം,
നമ്മൾ അത്രയും മില്യൺസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിളിങ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും. കാരണം Correct. എല്ലാവരും ടേസ്റ്റ് ചെയ്താണ്ട് ഇത് മനസ്സിലാക്കി ഇതാണ് കേട്ടോ ഇത് ഇതിലാറി ബെറ്റർ ആണ് അല്ലെങ്കിൽ ഇന്ന സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറയുന്ന കാര്യം നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുകയാണ്. ഇനി ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല. Correct. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കത്തണം. അവിടെ കത്തി നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കോവിഡ് വന്നു അല്ലെങ്കിൽ ഇന്ന പ്രശ്നം വന്നു ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമാണോ ബിസിനസ്സിൽ, അതെ എന്നാ എനിക്കും പ്രശ്നമാണ് എന്നിട്ട് നമ്മളെല്ലാവർക്കും അവിടെ ഇരിക്കലല്ല വേണ്ടത്. കറക്റ്റ്. ഇവിടൊക്കെ എങ്ങനെ എന്തെങ്കിലും സോൾവ് ചെയ്യാം? ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. ആ ഓപ്പർച്യൂണിറ്റിനെ ബിസിനസ് ആക്കാൻ കഴിയുന്ന ആളുകൾക്ക് എന്തായാലും അപ്പോൾ അങ്ങനെയാണ് കോവിഡിന്റെ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇതില് ഇനി ഇറ്റ് വിൽ ബി ദ ഇ കൊമേഴ്സിലായിരുന്നു നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ പുഷ് ചെയ്ത് വിടുന്നത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇ കൊമേഴ്സ് ആയിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ പിന്നെ ഇപ്പൊ ഈ ഒരു 2-2.5 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇ കൊമേഴ്സ് വേറൊരുത്തം വരുന്നത് ദ തിങ്സ് ആർ ക്യുക്കമേഴ്സ്. ക്യുക്കമേഴ്സ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞ ഗ്രോസറി സെഗ്മെന്റിൽ എസ്പെഷ്യലി നൗ വി ആർ ഗെറ്റിംഗ് നമ്പേഴ്സും ഗെയിം ചേഞ്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ക്യുക്കമേഴ്സ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് ഇങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോംസിലും എല്ലാത്തിനും നമ്മൾ സെല് ചെയ്യുന്നത്. ആൻഡ് തിങ്സ് ആർ എൻറ്റയർലി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ക്യുക്കമേഴ്സിൽ എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആമസോണിൽ ഇപ്പോൾ ഞങ്ങൾ ഗ്രോസറി 10 ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 100 ആണ്. സോ ദാറ്റ് മച്ച് ഡിഫറൻസ് ഈസ് ദർ. അത്രയും ഇവരെ ഡാർക്ക് ഷോട്ട്സും കാര്യങ്ങളും. കാരണം നമ്മൾ തന്നെ കാരണം ഒരാൾക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഇപ്പോൾ കാലിക്കറ്റ് നിൽക്കുന്ന ഒരാൾക്ക് സ്വിഗ്ഗിന്ന് ഇന്നിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ പേസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെ വിത്തിൻ ഡോർ സ്റ്റെപ്പ് 5 സാധനം കിട്ടി. ഇതിന്റെ ശരിക്കും ബിസിനസ് നടക്കുന്നത് ബാംഗ്ലൂരൊക്കെയാണ്. കാരണം ബാംഗ്ലൂർ ഇറ്റ്സ് ലൈക്ക് കാരണം ബാംഗ്ലൂർ ട്രാഫിക് അറിയാം. ഒരാൾക്ക് ഇപ്പോൾ ഷാൻപൂർ രാവിലെ നീ എണീറ്റിട്ട് നോക്കിയിട്ട് കാണുകയാണ്, എനിക്കിപ്പോൾ എന്ത് ചെയ്യണം, ചായ ഇടണം, അപ്പോൾ ചായപ്പൊടി കാണല്ല. അപ്പോൾ അഗെയിൻ നിങ്ങൾ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ 10ാം നിലയിൽ 15ാം നിലയിലൊക്കെ കയറാം. അഗെയിൻ ഇറങ്ങി വരുന്നു, പാർക്കിംഗ് പോയി വണ്ടി എടുക്കുന്നു, പുറത്ത് പോകണു, അടുത്ത ഷോപ്പിൽ പോയി ഇത് മേടിക്കണു. ഈ വിൽ ലോസ് ദ ടൈം, ഇതൊക്കെ നഷ്ടപ്പെടുന്നു. ഈവൻ ഇതിനൊക്കെ കയറിയിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നു, അവൻ മറ്റേ കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും ഡോർ സ്റ്റെപ്പിൽ സാധനമാണ്. സോ ഇവിടെ കൺവീനിയൻസ് ആണ് സെല് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ടൈം റെഡ്യൂസ് ചെയ്തതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. അതെ, ആ ടൈം റെഡ്യൂസ് ചെയ്തു ഇതിന്റെ കാര്യം. കാരണം ഗ്രോസറിയിലും അതന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ബിരിയാണി നമുക്ക് കഴിക്കാൻ പുതിയ ക്രൈവിങ് വരുന്നത്, നമുക്ക് ഐസ്ക്രീം കഴിക്കാം, അപ്പൊ തന്നെ കിട്ടണമല്ലോ. ഇത് കിട്ടണമെന്നില്ല ആ അവൈലബിൾ. കാരണം അതിന്റെ ശരിക്കും ഇവർ ക്രാക്ക് ചെയ്തു ഇതിന്റെ. അപ്പൊ പിന്നെ മനസ്സിലാക്കി ശരിക്കും ഇ കൊമേഴ്സ് അല്ല, ക്യുക്കമേഴ്സ് വിൽ ഡ്രൈവ് എസ്പെഷ്യലി ഗ്രോസറി കാര്യങ്ങൾ. കാരണം നമുക്ക് ഇന്ത്യക്കൊക്കെ ഉള്ള അഡ്വാൻറ്റേജ് എന്താ പറയാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചീപ്പ് ലേബറാണ്. അത്രയും ഡെലിവറി ബോയ്സും കാര്യങ്ങളൊക്കെ അത്രയും ചീപ്പ് ഇതായിട്ട് കിട്ടുന്നു, അത്രയും ആളുകൾ മാൻ അവൈലബിലിറ്റി ഉള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും ആ മോഡൽ ഇവിടെ എപ്പോഴും നല്ല രീതിയിൽ. അപ്പൊ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു പെർസെന്റേജ് സ്പ്ലിറ്റ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഉണ്ട്, ഇ കൊമേഴ്സ് ഉണ്ട്, ക്യുക്കമേഴ്സ് ഉണ്ട്. ഓഫ്ലൈൻ്റെ എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയാം, ഇപ്പോഴും ഞങ്ങൾ ഓഫ്ലൈനും ഓൺലൈനും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയാം. അതെ, കാരണം ഒരു സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്യൂർലി ഓഫ്ലൈൻ ബിസിനസ് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം ആയിരുന്നു. എന്ത് ഓഫ്ലൈൻ ടു ഓൺലൈൻ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ് ടൈമാണ്. ഓൺലൈനിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇ കൊമേഴ്സ് ക്യുക്കമേഴ്സ് ട്രാൻസ്ഫോർമേഷൻ സമയങ്ങളായി. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആമസോൺ അടക്കം ഒരു സമയങ്ങളിൽ ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിനപ്പോ നമ്മളൊന്നും വെട്ടിക്കപ്പോ ആരും വരൂല എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരിക്കും. മൊണോപ്പൊളി ആയി. ആമസോൺ ഫ്രഷ് ഒക്കെ അവരുടെ മുന്നേ ഉണ്ട്, കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡിൽ. പക്ഷേ ഫ്ലിപ്കാർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ചെയ്യുന്നുണ്ട്, പേടിഎം എല്ലാ പ്ലാറ്റ്ഫോംസിലും ചെയ്യുന്നുണ്ട്. ബട്ട് ഇവരൊന്നും എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു അടി വെട്ടുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണം പണി കിട്ടുന്നില്ലത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബട്ട് നൗ എനിക്ക് തോന്നുന്നു ആമസോണൊക്കെ കുറെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കിയിട്ട് ഈവൻ ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ് പലരും ഫാസ്റ്റ് ആക്കി. ക്യുക്കമേഴ്സിന്റെ പരിപാടികളും കാരണം അതിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും കൂടി അവർ സ്പീഡാക്കി നിർത്തും. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നില്ല, ബി ദ ഫസ്റ്റ് ആയി നിന്നുകൊണ്ട് മാത്രം എപ്പോഴും കാര്യമല്ല, ബി ദ ഫസ്റ്റ് ആയിട്ട് പിന്നെ ബി ദ ബെസ്റ്റ് ആയിക്കാണ്ട് എപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ എപ്പോഴും എന്തെങ്കിലും പുതുതായി അത്രയും നമ്മൾ. കാരണം നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ജെഫ് ബെസോസ് വേൾഡിലെ റിച്ചസ്റ്റ് പീപ്പിൾ, ഇവർക്ക് തന്നെ ഇങ്ങനൊരു കൊട്ട് ഇപ്പോൾ സെപ്റ്റോണ്ടൊക്കെ ഫൗണ്ടേഴ്സിനെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. ചെറിയ ഇത്രയും യങ് ആയ ആളുകൾ അവർക്ക് അടക്കം വന്നിട്ട് ഇങ്ങനെ കൊട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഞമ്മക്കൊക്കെ എന്തും ഇനിയും ചെയ്യാം, ഞമ്മക്കൊക്കെ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സൊസൈറ്റിയിൽ കിടക്കുന്നുണ്ടാവും. ഇതിനെ ബിസിനസ് ആക്കാൻ ഓപ്പർച്യൂണിറ്റി സ്റ്റിൽ ഇറ്റ്സ് ദേർ എന്നുള്ള കാര്യമാണ്. അങ്ങനെ സ്പ്ലിറ്റ് എന്തായിരിക്കും ഇപ്പൊ ഞാൻ ചെയ്യും? ഇപ്പൊ ഞാൻ പറയാം, എന്നാലും ലെറ്റ്സ് 60-65% we again offline. Maybe it 65 to 70 again it will be 30% will be online. ഓൺലൈനിൽ തന്നെ ഇ കൊമേഴ്സ് എത്ര, ക്യുക്കമേഴ്സ് എത്ര?
ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 20% ഇ-കൊമേഴ്സ് ബിസിനസ് ആയിരിക്കും. ആസ് ഓഫ് നൗ 10% ഇപ്പൊ നമ്മുടെ ഇ-കൊമേഴ്സ് നമ്മളെ കേസിൽ അത് 80%. അത് മീൻസ് മൊത്തം ഓൺലൈൻ ബിസിനസിന്റെ എത്ര ഇ കൊമേഴ്സ് നമുക്ക് വേറെ ഇപ്പൊ 70%-75% ഇ-കൊമേഴ്സ് ആണ് ബിസിനസ് ഫോർ അസ്. സാധനം മാറി. അപ്പൊ 2 കൊല്ലം കൊണ്ടാണ് അത് മാറിയത്. ഈ ഒരു വിത്തിന്റെ സ്പാൻ ഓഫ് ടൈം ഞാൻ പറയുന്നില്ല. എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന നല്ല ബ്രാൻഡുകൾ തന്നെയാണ്, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. അവരടക്കം പലരും ഇ-കൊമേഴ്സിലില്ല, ചെയ്തിരുന്നില്ല. ബട്ട് ഇതിന്റെ ഇപ്പൊ ഇ-കൊമേഴ്സിന് നമ്മളൊരു കോർ ഫ്രണ്ട് ഉണ്ട്, മാനേജർ ഉണ്ട്. അപ്പൊ അവൻ പറയും കാറ്റഗറിന്റെ ഞാൻ ഇവരൊക്കെ പിന്നാലെ എപ്പോഴും നടക്കണം, ഓൺബോർഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബ്രാൻഡുകളോടൊക്കെ അവർ നടത്തിയിരുന്നു. പക്ഷെ ഇവർ ഇപ്പോഴേ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ ഇപ്പൊ അവൻ പറയണത് ഇവരൊക്കെ ഇപ്പൊ നൗ സ്റ്റാർട്ടഡ് ഞാൻ നടത്താൻ സെല്ലോ ഫ്ലെക്സ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കാൻ കുറച്ച് സമയങ്ങൾ എടുക്കും. ഞാൻ പറയാം എപ്പോഴും അപ്ഡേറ്റ് ആവാൻ നോക്കുക. കാരണം എനിക്കും പല കാര്യങ്ങളും അടിപറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പൊ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ അവിടെ നമുക്ക് അത്രയും അതിനെ ബിസിനസ് ആക്കാൻ ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും വിൽ ബി മാസിഫ്. അതായത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഫസ്റ്റ് ആയിട്ട് ഇതിനെ നിങ്ങൾ പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട്. കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മളൊരു കൺസെപ്റ്റ് കൊടുന്നു, പുതിയ കാര്യങ്ങൾ കൊടുന്നു, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ നമ്മൾ തന്നെ ഇൻഡസ്ട്രിയിൽ ലീഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം നമ്മളാണ് വലിയ ബുദ്ധിമാന്മാരെന്ന് മനസ്സിലാക്കുന്നിടത്താണ് വലിയ ബുദ്ധി നമുക്കാണ് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും പൊട്ടത്തരാണ്. നമ്മൾ പൊട്ടന്മാരാണ് ചിന്തിച്ചത്, നമ്മൾ പൊട്ടന്മാരാണ്. നമ്മൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നത് നമ്മളെക്കാട്ടും ബിരുദന്മാർ അപ്പുറത്തുണ്ട്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തി ചെയ്യും. നമുക്ക് എന്നും കൊട്ടുവരും ഇതിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളൊരു ജേണി. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ നിങ്ങളിപ്പോ സ്വന്തം 2 ബ്രാൻഡ് എദ്വി എന്നും പിന്നെ എന്താ കരിക്ക് എന്ന് പറഞ്ഞിട്ട് ലോഞ്ച്. ഇതിന്റെ ഇടയിൽ ഇതിനെപ്പോഴാ സമയം, എന്താണ് ഇതിന്റെ ലോജിക്ക്? അതായത് ഇതിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. അതിലിപ്പോ ഞാൻ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെയും കൂടി എന്ത് ചെയ്യണം, നമുക്ക് ഷോയിലേക്ക് വിളിക്കണം. ആ ആളെയും കൂടി വിളിച്ചാ ഇനി അടുത്ത ജേണിയിലേക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്താ സ്വന്തം ബ്രാൻഡ് ഇപ്പൊ ബ്രാൻഡുകളൊക്കെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം, ബാക്കി ഇതിന്റെ വിഷൻസിന്റെയും ബാക്കി കാര്യങ്ങളിലൊക്കെ പുറകിലില്ല ആള് ഇതാ. ഇവരാണ് ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, ഡ്രൈവർ സീറ്റില്ലാതെ. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങള് കരിക്കിനെ കുറിച്ചും നിങ്ങളെ ബാക്കിയുള്ള ബ്രാൻഡുകളെ കുറിച്ച് പറഞ്ഞിരി. അത് എങ്ങനെയാണ് അതിന്റെ അകത്തേക്ക് എത്തിയത്? അതായത് ലെറ്റ്സ് കരിക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവളായിട്ട് എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവളും എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും എനിക്കും ചെയ്യണം. ടിപ്പിക്കൽ, അതായത് കാരണം ഇപ്പൊ ഇവർ സെയിമൊക്കെ വരുന്നത് ഒരു പ്രൊഫഷണൽ ഫാമിലി തന്നെയാണ്. ബട്ട് അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. കാരണം ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മളത് ബിസിനസ് ഫാമിലി വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഓരോ കാര്യങ്ങളും കാണുകയാണ്. അപ്പൊ അവള് എന്നോട് പറഞ്ഞിരുന്ന കാര്യം എനിക്ക് എന്തെങ്കിലും നമുക്ക് തന്നെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം, എന്തെങ്കിലും എന്താണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇതിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞെടുത്ത കാര്യമുണ്ട്, എല്ലാവരും ഇപ്പോൾ ലേഡീസ് പൊതുവെ എല്ലാവരും കൂടുതൽ ചെയ്യുന്നുണ്ടാവും എന്താണ് നമ്മളെ ടൈലറിങ്, ഡിസൈനിങ്, അല്ലെങ്കിൽ കേക്ക് ബുട്ടിക്സ്, കേക്ക് സ്റ്റുഡിയോസ്, അങ്ങനത്തെ. അപ്പൊ എനിക്ക് കോമൺ അങ്ങനത്തിലേക്ക് പോകണ്ട. എനിക്ക് അനക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എൻ്റെ ഒരു നെറ്റ്വർക്ക്സോ കാര്യങ്ങളോ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തൊക്കെ എന്നാൽ ഒരു വുമന്റെ എക്സ്പെർട്ടിസം. കാരണം ഇപ്പം നമുക്കില്ലാത്ത കുറേ എക്സ്പെർട്ടിസങ്ങൾ വരുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് പെണ്ണുങ്ങൾക്ക് കുറേ പല കാര്യങ്ങളിലും കഴിവില്ല ആളുകളാണ്. അപ്പം ഞാൻ പറയും ഫിനാൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ ശരിക്കും പെണ്ണുങ്ങൾക്ക് എപ്പോഴും നമ്മളെ ഒന്ന് പിടിച്ച് ഇത് കൊടുക്കുക, അതായത് ഇത് വേണ്ടട്ടോ ഒന്ന് നോ പറയാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, അപ്പം എന്താണെന്നുള്ളത് കാര്യങ്ങൾ എന്ത് ചെയ്യും, അനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എന്നെ ഒന്ന് റിസർച്ച് ചെയ്യും. മറ്റേ നമുക്ക് ബാക്കി എക്സ്പെർട്ടിസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത് റിസർച്ച് ചെയ്യും ഇതിന്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ അവൾ എന്ത് ചെയ്തു, എദ്വി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ അവൾ എന്താണ് എദ്വി എന്നുള്ളതും എദ്വി സത്യം പറഞ്ഞാൽ എത്താനുള്ള കാരണം എനിക്ക് എഡ്യൂക്കേഷനിലൊരു ഭയങ്കര ഒരു ലാഗ് ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഞങ്ങൾ ചെറുപ്രായത്തിലെ കല്യാണം കഴിച്ചതാണ്. നദീംക്ക് 22 ഞാൻ 21 അപ്പോ 22-21 ലവ് മാരേജ് ആയിരുന്നു? അല്ലല്ല, അറേഞ്ച്ഡാണ്. പക്ഷെ ലവ് ഉണ്ടായിരുന്നു. ശേഷം കെട്ടിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഞാൻ ബിടെക് എടുത്തിരുന്നത്. പക്ഷെ എനിക്കത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ബേബി ഉണ്ടായപ്പോ
ഞാൻ നേരെ അപ്പൊ ഞാൻ വലിയ ആളെ പോലെ ഈ ബേബി ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് എഡ്യൂക്കേഷനൊക്കെ കോളേജിൽ പോയി പഠിക്കാന്നുള്ളൊക്കെ രീതിയിലായിരുന്നു ഞാൻ അപ്പോഴും. അഹങ്കാരത്തിനൊരു ഇല്ല കുറവില്ല. ഇല്ല, അപ്പൊ ഒരു കുറവുമില്ല. അപ്പോഴാണെങ്കിൽ മൂത്ത് നിക്കല്ലേ. അപ്പോ പ്രഗ്നൻസി ടൈമില് ഞാൻ 1 മാസായിട്ടോ ഞാൻ ആ കോളേജിൽ പോയി. പിന്നെ ഞാൻ പോയില്ല. ഏത് കോളേജ്? ജാമിയ കോളേജ് ജാമിയ. ആയിരുന്നു. ആ. അപ്പൊ ജാമിയ കോളേജ് ഡൽഹിയിലല്ലേ? അല്ല അല്ലല്ല, ഇവിടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉണ്ട്. പെരിന്തൽമണ്ണ. ആ. അവിടെ പോയി 1 മാസം, കൃത്യം 1 മാസം എന്ന് പറയാം. അതിനുശേഷം എനിക്ക് അല്ല അതിന്റെ മുന്നേ പ്രഗ്നൻസിന്റെ എഞ്ചിനീയറിംഗ് അവിടെ എഞ്ചിനീയറിംഗ് ഞാൻ മഞ്ചേരി EKC-യിലാണ് ചെയ്തത്. അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ജാമ്യയിൽ ചേർന്ന്. അത് 1 മാസം പോയി. അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. ഈ വോമിറ്റിങ്, ടയർഡ്നെസ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിൽ പിന്നെ കരച്ചിലായി. എനിക്ക് ഒന്നും കിട്ടിയില്ല. +2 ആയിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ആദ്യം കരച്ചിൽ നിർത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം കരച്ചിൽ നിർത്ത്, കാര്യത്തിലേക്ക് വാ. പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇരുന്നുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മാസം 1 മാസമായിട്ട് ഞാൻ അവിടെ പോയി ചേർന്നിട്ടുള്ളൂ. കുട്ടികളെ എനിക്ക് 2-3 കുട്ടികളെ ഫ്രണ്ട്സിനെ ഓർമ്മ ഉണ്ടാവും. വേറെ ആരെയും അങ്ങനെ ഒട്ടും അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങി ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്ത് കാലിക്കറ്റിൽ. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിലാണ് ഈ നമ്മളെ ഒപ്പമുള്ള ആൾക്കാരുടെ വൈബ് അനുസരിച്ച്, മൂഡ് അനുസരിച്ചാണ് നമ്മളെ മെന്റാലിറ്റി വരിക. അപ്പൊ ഇയാളുടെ നിരന്തരമുള്ള മോട്ടിവേഷനും സംസാരങ്ങളും ടോക്സും നമ്മളിത് സ്ഥിരം കേൾക്കുക. ഒരു കാര്യത്തിലോട് നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ വാട്ട് വി ഹിയർ, നമ്മൾ എന്താണ് ഓൾവേസ് നമ്മൾ കേൾക്കുന്നത് അത് തന്നെ ആയിരിക്കും നമുക്ക് ഗോ ത്രൂ ചെയ്യാം. You are the average of 5 people around you. യെസ്. അപ്പോ ഇത് കേട്ട് കേട്ട് ഐ തോട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാനൊന്ന് എന്തെങ്കിലും ചെയ്താലോ. ഓക്കെ, നീ ആലോചിക്ക്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ആദ്യം ആലോചിക്ക്. നിന്റെ സർക്കിളിൽ ഇന്ന് നിനക്ക് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സെർച്ച് ചെയ്യാം, എന്ത് പ്രൊഡക്റ്റ്, എന്ത് സാധനം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നിന്റെ ഒരു ആവറേജിൽ നിനക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പോവാ. ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതെ. പ്രൊഡക്റ്റ് ആയിട്ട് വന്നാൽ അതേപോലെ വന്നാ മതി. കാരണം ഇത്രയും ഒരു നെറ്റ്വർക്ക് നമുക്ക് കയ്യിലുണ്ട്. കറക്റ്റ്, ശരിയാണ്. അപ്പൊ അതിന്റെ അതേ പ്ലഗ് ചെയ്താൽ മതി. എന്ത് കാര്യം പിന്നെ പ്ലഗ് ചെയ്താൽ മതി. ബട്ട് ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്ലഗ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് പഠിക്ക്. എന്തെങ്കിലും നമുക്ക് നേരത്തെ നമ്മൾ പണ്ട് കുക്കീസ് എന്തെങ്കിലും വന്ന് പ്ലഗ് ചെയ്താൽ നമ്മളെ കുക്കീസ് ചെയ്ത മാതിരി കറക്റ്റ്. അപ്പോ സംഭവം നമ്മളൊരു എങ്ങനെ പറഞ്ഞാലും ഒരു ബിസിനസ്സുകാരൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കും. ഏതൊരു വൈഫും പാർട്ട്ണറാണെങ്കിലും ഒരു നല്ല പോലെ മനസ്സിലാക്കും. കാരണം കോൾസ് ആണെങ്കിലും സ്ട്രഗിൾസ് ആണെങ്കിലും നൈറ്റ് കോൾസ്, അവരുടെ ഡെയിലി റുട്ടീൻ എല്ലാം നമുക്ക് കാണാപ്പാടായിരിക്കും. അപ്പൊ ഇതിനെ പറ്റി എനിക്ക് നല്ല ധാരണ ഉണ്ട്. എന്ത് ചെയ്താലും ഇതൊക്കെയാണ് ഇനി ഫ്യൂച്ചർ, മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ആയി തീരുന്നവരെ ഇതൊക്കെ നമ്മൾ സ്ട്രഗിൾസ് അനുഭവിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഞാൻ സൈലന്റ് ആയി. ഇപ്പൊ എനിക്ക് അത്ര ഞാൻ അഡാപ്റ്റഡ് അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കയറാന്. അപ്പോ ഞാനപ്പോൾ PG എടുത്തു. വെറുതെ ഇരിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ PG ചെയ്തു. PG ചെയ്ത് ആയപ്പോഴാണ് എനിക്ക് എൻ്റെ സെക്കൻഡ് ബേബി ആയത്. PGയും ഫസ്റ്റ് ബേബിയും ഒക്കെ, ഡിഗ്രിയും PG ഒക്കെ ഞാൻ അതിൻ്റെ ഒപ്പം കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ മനസ്സിലായി, ഇനി വെറുതെ ഇരുന്നിട്ട് അല്ലെ ആലോചിച്ചിട്ട് കാര്യമില്ല, ലെറ്റ്സ് ടേക്ക് എ മൂവ്. അപ്പത്തിന് ആക്ഷൻ വേണം. പ്ലാനിങ് ഒക്കെ ഉണ്ട്, നമുക്ക് ആക്ഷൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ. പറഞ്ഞ പോലെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആക്ഷനിലേക്ക് വന്നപ്പോ ഒരു നാച്ചുറൽ ബ്രാൻഡ് വിത്ത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്നപ്പോ അത് പഠിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് 1 മാസമൊക്കെ ആയപ്പത്തിന് ഞാനൊരു കൺക്ലൂഷനിലെത്തി. ലെറ്റ്സ് ടേക്ക് ഒരു ഡെയിലി ഒരു ആരായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് തന്നെ ഞാൻ വരാം. ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ വരാം എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ, നമ്മളെ കയ്യിൽ നമുക്ക് ഉള്ള സാധനം, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന സാധനം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം കോക്കനട്ട് ഓയിലിലേക്ക്
കാലെടുത്ത് വെച്ചു. ആ. അങ്ങനെ എദ്വി കോക്കനട്ട് ഓയിൽ അന്നാ കാലത്ത് വെച്ചപ്പോ ഒരു ബാസിമിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു. ഒരു 5 വർഷം മുന്നേ ആണത്. ആണോ? അതെനിക്ക് കൊണ്ട് 2 മില്യന്റെ അടുത്തൊക്കെ എന്തോ ബാസിമിന്റെ വ്യൂ വന്ന്. വ്യൂ വന്ന് കാരണം നല്ല വ്യൂ. അതില് ഞാൻ എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോ ഇതാ അതിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കോക്കനട്ട് ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ കോക്കനട്ട് ഓയിലിന്റെ ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അത് സംഭവം എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞത് ഒരു ഹോണസ്റ്റ് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചാണ്. ബട്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു. ഓ. ഞാൻ പറഞ്ഞു നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ല കോക്കനട്ട് ഓയിൽ കണ്ടിട്ടുണ്ടോ? കാരണം മാർക്കറ്റിൽ നമുക്ക് അറിയുന്ന കാര്യം ക്വാളിറ്റി വൈസ് കോക്കനട്ട് ഓയിൽ ഭയങ്കരമായിട്ട് നമുക്ക് അഡൾട്രേഷൻ വരും. അപ്പോ ഇതുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഭയങ്കര എല്ലാരും ഏറ്റെടുത്ത്. അല്ല എല്ലാരും അപ്പൊ ഇതിന് വീഡിയോ ഭയങ്കര ഞങ്ങളൊന്നും നല്ലതാണ് നിങ്ങൾക്ക് നല്ലതാണ്. ഞാനത് എന്റെ ഫുഡ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാണ്. ബട്ട് അത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് ഇതിപ്പോ പറയുകയാണെങ്കിൽ എങ്ങനെ പറയുകയാണെങ്കിലും ഒരു 100 കമ്പനികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതായത് ഇത്രയും വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അഡൾട്രേഷൻസ് കൂടുതലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും നമ്മൾ എന്താ കഴിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അർത്ഥം. അതായത് ഇപ്പോഴത്തെ കാലങ്ങളിൽ കാരണം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുമാണ് ഇതിലൊക്കെ വരുന്ന കാര്യങ്ങൾ. അതെ. അപ്പോ അങ്ങനെ കോക്കനട്ട് ഓയിൽ ചെയ്തു. എദ്വി എന്ന ബ്രാൻഡ് ഞാൻ ഓരോ രീതിയിൽ ഇയാള് പോണ ഓരോ പ്ലേസസിൽ ഞാനും കൂടെ കൂടി പോയി സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, എവിടൊക്കെ കയറ്റാം, എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സൈഡ് ബൈ സൈഡ് ഒക്കെ ഇങ്ങനെ പഠിച്ച് ഇപ്പൊ ഇവിടെ വെർമിസെല്ലി, അതർ പ്രോഡക്ട്സ്, വെർമിസെല്ലി, പിക്കിൾസ്, നട്ട്സ് എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. ഓൺലൈനും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനും ചെയ്യുന്നുണ്ട്. ഞാന് ഓൺലൈൻ ഈ കരിക്കിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇതിപ്പോ കരിക്ക് ഇവളിന്റെ കോമ്പറ്റീറ്റർ ആണ്. കരിക്കിന്റെ ബ്രാൻഡാണ്. കാരണം അത് ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് TGS എന്ന് പറഞ്ഞൊരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട് ഞാൻ ആളില്. അതിന്റെ അണ്ടറിലാണ് ബാക്കി ന്യൂ ബ്രാൻഡ്സും പിന്നെ ലോജിസ്റ്റിക്സ് ബാക്കി എല്ലാതും ഈ കമ്പനിന്റെ അണ്ടറിലാണ്. അപ്പൊ കരിക്ക് എന്ന് പറഞ്ഞ ആശയം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവള് പറഞ്ഞാൽ തന്നെ ഇതിന്റെ മുന്നേ തന്നെ ഞാൻ തിങ്ക് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു നാടിന്റെ ഒരു സാധനം നമുക്ക് ഇത്രയും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ബേസിക്കലി ഫാദറൊക്കെ മാനുഫാക്ചർ ആണ്, കൺഫെക്ഷൻ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാനും ആലോചിച്ചിരുന്നത് ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ സെല്ല് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നു, നല്ല അവർക്ക് അപ്പൊ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഞാനും പല ആളുകൾ വരുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തു എന്തുകൊണ്ട് ഇന്ത്യ ഒരു ബ്രാൻഡ് എന്തുകൊണ്ടും നമുക്കത് വേണമല്ലോ. കാരണം ഇതൊക്കെ നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക, ഇതിലാരൊക്കെ നമുക്ക് വലുത് നേരത്തെ നമ്മൾ പറഞ്ഞ സൈൻ ഇട്ട് പോവുക നമ്മളായിട്ട് എന്തെങ്കിലും. കാരണം വേറെല്ലാ ആളുകൾ ഇപ്പൊ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിനെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. നമുക്കിപ്പോ ഇതൊക്കെ പഠിച്ചൊന്നും അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ആയി, ഇനി നമ്മൾ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു തിരിച്ചു വരവില്ല അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാന് കോവിഡിന്റെ സമയത്ത് തന്നെ കുറെ ബ്രാൻഡുകൾ ഉണ്ടാക്കിയാണ്. കരിക്ക് ഞാൻ ഇതിന്റെ മുന്നേ തന്നെ ഇരുന്ന് ആലോചിച്ചു. ലെറ്റ്സ് ഒരു 6 വർഷം മുന്നേ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ കരിക്ക് എന്നുള്ള അതായത് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടും കേരളത്തിന്റെ ഒരു മെയിൻ കോഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കി എന്താ പോവാ കോക്കനട്ട്, തെങ്ങ്. ഇത് നമ്മളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കഥകളി, തെങ്ങും പോയാ പിന്നെ കഥകളി, ഇതൊക്കെയാണ് ആളുകൾ നമ്മളെ വള്ളംകളി, കഥകളി, ഇതൊക്കെയാണ് ആളുകൾ മനസ്സിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് തെങ്ങ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു തെങ്ങിന്റെ കോക്കനട്ടിന്റെ നോക്കണ ഇപ്പൊ പിന്നെ കോക്കനട്ട് ഓയിലും ഇങ്ങനത്തെ കാര്യം. അപ്പൊ ഈ സാധനത്തെ അല്ലാതെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഇപ്പൊ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, നിങ്ങളൊക്കെ ഇവിടുത്തെ രാജ്യങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ്. തെങ്ങ് അതായത് കോക്കനട്ട് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏകദേശം കുറെ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. നമ്മള് നോക്കുമ്പോൾ നമ്മളാണെങ്കിലോ ഇതിലിപ്പോ എപ്പോഴും കുറെ വെളിച്ചെണ്ണ ഉണ്ടാവും, മറ്റേ മേ ബി ഒറിജിനൽ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലിമിറ്റഡ് കുറച്ച് സാധനങ്ങൾ മാത്രം, അതിന്റെ അപ്പുറമല്ല. പിന്നെ ഇതിന് ഒരു ചിരട്ട കുറച്ച് ഫേമസ് ആണ് ഇപ്പൊ പല ആൾക്കാർക്ക്. അപ്പൊ ഇതിന്റെ എന്നാലും ഇതിന്റെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയാലും എന്തുകൊണ്ടും ഞാൻ പിടിക്കേണ്ട ഒരു സാധനം കോക്കനട്ടിന്റെ ആയിക്കോട്ടെ, കോക്കനട്ട് റിലേറ്റഡ് തന്നെ ആവട്ടെ. ഇവളാണ്. പക്ഷെ ഇത് എനിക്ക് എന്തായാലും ബ്രാൻഡ് തന്നെ കോക്കനട്ട് റിലേറ്റഡ് പ്രൊഡക്ട്സിന്
പുഷ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കണം, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണെന്നില്ല മനസ്സിൽ തൊട്ട്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടും ഞാൻ പേരടിച്ചപ്പോ ഞാൻ ആലോചിച്ചു കരിക്ക്. അപ്പൊ കരിക്ക് തന്നെ പേരനെ നമ്മളെ ഇതിന്റെ അതിന് ഞാൻ ഉദ്ദേശിച്ചതാണ് ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊടുക്കണം. പ്യുവർലി ഇല്ല, നമ്മളെ നാടൻ കരിക്കിനെ പാക്ക് ചെയ്ത് കൊടുക്കണം എന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് ഇപ്പൊ ഷാൻഡ്രോപ്പര 500 ആളെ പരിപാടി നടക്കാണ്, നമുക്കൊരു എല്ലാവർക്കും പാടെ കരിക്ക് വെട്ടി കൊടുക്കുക എന്നത് ഇറ്റ് വോണ്ട് ബി പോസിബിൾ. അല്ലെങ്കിൽ അതിന്റെ വേസ്റ്റ് മാനേജ് സ്കെയിലബിളും അല്ല. സ്കെയിലബിൾ അല്ല, അതിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയല്ല. ഇപ്പൊ നമുക്ക് ഒരു 500 ആളെ 1000 ആളെ പരിപാടി എല്ലാവർക്കും കരിക്ക് നിരത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി. ബട്ട് നമുക്ക് ഇതിനെ ബോട്ടിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ. പക്ഷെ ഈ പ്രൊജക്ടിന്റെ പിന്നാലെ നടക്കി തുടങ്ങിയിട്ട് ബിഫോർ കോവിഡ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ അത് ആലോചിക്കുന്നത് അന്ന് ആ സമയത്തൊക്കെ എനിക്ക് ഇതിന്റെ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കോവിഡ് ടൈമിലാണ് എദ്വി കരിക്ക് ഒക്കെ ഞങ്ങള് ഇതിനെ പുഷ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങൾ. കാരണം ഇതിന്റെ ഐഡിയയില് പിന്നെ കോവിഡ് സമയത്ത് നമുക്ക് നല്ലതായിരിക്കും വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ കൂടുതൽ പറ്റിയിരുന്നു. കാരണം എന്താണ്, സമയം കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്ക് ഇതിനെ പറ്റിയ നമ്മളുടെ ഈ ബ്രാൻഡ്സിനെ എങ്ങനെ ബിൽഡ് ചെയ്യാന്ന് പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. കാരണം നമ്മൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാന്ന് വെച്ചാല് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി തന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ അത് നമ്മളിലേക്ക് വരുന്നു പറയില്ലേ, അതാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ. അത് സത്യമാണ്. കാരണം ഞങ്ങൾ ഇന്നേ വരെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഉറങ്ങിക്കിടന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കാറില്ല, ഉണർന്നിരുന്ന് കണ്ട സ്വപ്നത്തിനെ പറ്റി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുള്ളവരെ. കാരണം നിതിൻക്കാണെങ്കിലും ഞാനാണെങ്കിലും ഒരു ട്രാവലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിലും ബിസിനസിന്റെ കാര്യം പേഴ്സണൽ ആണെങ്കിലും ഞങ്ങൾ നിരന്തരം എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനോട് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. നെഗറ്റിവിറ്റി എന്തെങ്കിലും ഞങ്ങൾ പറയാതെ നമുക്ക് തോന്നിയാൽ തന്നെ അത് വിട്, നമുക്ക് ഇതിനെപ്പറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മളെ ചുറ്റിപ്പറ്റി എന്ത് ബിസിനസ് പോവുകയാണെങ്കിലും നമ്മൾ ആ കാര്യത്തിനെ പറ്റി എന്നെ സംസാരിക്കുമ്പോൾ അത് സക്സസ് ആവുമെന്ന് പറയില്ലേ. അത് തന്നെ ചിലപ്പോ ഞാൻ ഈ കരിക്കാണെങ്കിൽ എദ്വി ആണെങ്കിൽ ഞാൻ പറയും 2020 തൊട്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ആ സംസാരം തന്നെ പോയിക്കൊണ്ടിരിക്കണോണ്ടായിരിക്കും നമുക്ക് അത് എങ്ങനെ പിന്നെയും നമുക്ക് അയിമക്കൊരു വിഷനും വിഷൻ നമുക്ക് മിഷനായി തീർന്നിരിക്കാണ്. അപ്പൊ ഈ സെയിം പറഞ്ഞിട്ട് തന്നെ അപ്പം എന്നിട്ട് അപ്പൊ എന്തെങ്കിലും പ്രൊഡക്ട്സ് ചെയ്യണം എന്നുള്ളതായി. അപ്പൊ കരിക്ക് കാരണം കരിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഇടാൻ കാരണം നമ്മളെ നാടൻ കരിക്കും വെള്ളത്തിന് കേസ് കൊടുത്തിട്ടാവൂല. അല്ല അത് ആദ്യം എല്ലാരും ചോദിച്ചിരുന്നു ഇപ്പൊ ചാനലിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവരെല്ലാരും ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ ഇതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ഷോ ഇതാണ് ചെയ്യുന്നത്. ലൈൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നോ ടു ഞാൻ ഒരിക്കലും ഇപ്പൊ ഞാൻ പറയണ കരിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഒബ്വിയസ്ലി ഞാൻ ആ ക്ലാസ്സിനെ കുറിച്ച് നോക്കില്ല. എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ നാടൻ കരിക്കും വെള്ളത്തിന് അല്ലെങ്കിൽ കരിക്ക് എന്ന് പറയുന്ന പേരെന്നെ പറയാൻ കാരണം കേരളത്തിന്റെ ബ്രാൻഡ് എല്ലാവർക്കും റെക്കഗ്നൈസ് ചെയ്യുന്ന സാധനം എന്താണ്, കേരളത്തിന്റെ സാധനം, കേരളത്തിന്റെ ബ്രാൻഡ് ഇതെന്നില്ല. അപ്പൊ ആ കരിക്ക് എല്ലാം കൊണ്ടും അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പൊ എന്റെ തീം പറഞ്ഞ എന്റെ ഉദ്ദേശം അതാണ്. അല്ല ഞാൻ ഇപ്പൊ ശരിയാണ് കരിക്ക് ഫാൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എല്ലാവരും ഇതാണെന്നല്ലോ. അപ്പൊ നമുക്ക് എന്റെ ഉദ്ദേശം ഇതിനെങ്ങനെ കൊടുക്കണം, ഒരു കേരള ബ്രാൻഡ് ആക്കണം, കേരള പ്രൊഡക്ട്സ് ആക്കണം. ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ട്രേഡ് മാർക്ക് എല്ലാ കാര്യങ്ങളും ട്രേഡ് മാർക്സ് ചെയ്യേണ്ട കാര്യങ്ങളും ഇവിടെ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ഈവൻ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും UK ഒക്കെ മിഡിൽ ഈസ്റ്റിലെ ഓരോ കൺട്രിയിലും സെപ്പറേറ്റ് UAE വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഖത്തർ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സൗദി, കുവൈത്ത്, ബഹ്റൈൻ, ഒമാനും എല്ലാ രാജ്യങ്ങളും എല്ലാ കാര്യം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത്. കാരണം ബ്രാൻഡിന് എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിയിൽ എത്തിക്കണമെന്നില്ല. ഇത് ആദ്യം തന്നെ വർക്ക്ഔട്ടൊക്കെ ചെയ്ത് ഞാൻ വെച്ചിരുന്നു, ഇതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് പ്രൊഡക്ട്സ് ആദ്യം ഇറക്കാണ്ടായിരുന്നില്ല. കാരണം അപ്പൊ ഈ ബ്രാൻഡിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമല്ലോ. കാരണം അഗെയിൻ ഞാൻ ഈ പറഞ്ഞ വണ്ടി പോകുന്നു, നെറ്റ്വർക്ക് ആക്റ്റീവ് ആണ്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് പ്രൊഡക്റ്റ് ആയിട്ടില്ല. അതായത് ഈ നമ്മളെ കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അതിലും എനിക്ക് വേണ്ടത് ഫിലിപ്പൈൻസിൽ നിന്നോ ഇന്തോനേഷ്യയിൽ നിന്ന്. ഇവിടെയൊക്കെ ഞാൻ ആൾറെഡി നല്ല കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇന്ത്യയിലേക്ക് നമുക്ക് വരുന്നത് എവിടെയാണ്, ഇന്തോനേഷ്യയിൽ നമുക്ക് എനിക്ക് ഒരു കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈസിയാണ് അവിടുന്ന് പാക്ക് ചെയ്യാം. ബട്ട് എന്റെ തീമല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല അവിടെ നടക്കണം. നമുക്ക് കച്ചവടം ചെയ്യലല്ല ആവശ്യം. നമുക്ക് നമ്മളെ നാടിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ത്യമിമോ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ, കേരളത്തിന്റെ അഡ്രസ്സ് കാണിക്കാന്ന് പറയുന്നത് നമുക്ക് അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സ്കെയിലപ്പിന് വന്നപ്പോ മീറ്റിംഗിൽ ഇതില് സ്റ്റേജിൽ പറഞ്ഞു പറഞ്ഞില്ലേ, നമുക്കത് പറയുമ്പോ നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. എന്ത് നമ്മളെ സാധനം, കേരളത്തിന്റെ സാധനങ്ങളൊക്കെ അവിടെ പുറത്തൊക്കെ അല്ലേ, നമ്മള് ബാക്കി മഹാരാഷ്ട്രന്റെയും ബാക്കി ഇതിന്റെയൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് മേടിക്കണതിന് പകരം കേരളത്തിന്റെ സാധനങ്ങളും കേരളത്തിൽ നിന്ന് കാണിക്കുന്ന എല്ലാവർക്കും പോകണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഇവിടെ നമ്മൾ അതേ പറഞ്ഞ മാതിരി കേരളത്തിന്റെ ഒരു ബ്രാൻഡ്, കേരളത്തിന്റെ ഒരു സംഭവം എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിയണം എന്നതായിരുന്നു മെയിൻ വിഷൻ. അപ്പൊ ഇതിനെ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ എല്ലാവരും, കാരണം
കോക്കനട്ട് വാട്ടർ എന്ന സാധനം എന്താണ്? നാച്ചുറൽ ഇലക്ട്രോലൈറ്റ്സ്. നമ്മൾ കേരളത്തിന്റെ സ്പോർട്സ് ഡ്രിങ്ക് ആണ്, നാച്ചുറൽ സ്പോർട്സ് ഡ്രിങ്ക് ആണ്. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഈ ഒരു സംഭവം ആയിരിക്കണം നമ്മൾ ഗ്ലോബലൈസ് ചെയ്യേണ്ടത്. ഇതിനെ കുറിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഇതിൽ തന്നെ തമിഴ്നാട്ടിലേക്കുമാണ് കരിക്കിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഷാൻബ്രോക്കെ നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ പൊള്ളാച്ചി അവിടെ നിന്നൊക്കെ മേടിക്കുന്ന കരിക്കും നമ്മുടെ നാടൻ കരിക്കിന്റെ ടേസ്റ്റും സ്വീറ്റ്നെസ്സിന് വ്യത്യാസം. വ്യത്യാസമുണ്ട്. അതിന്റെ അരോമയും ടേസ്റ്റ് ഒക്കെ വ്യത്യാസം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതേമ വർക്ക്ഔട്ട് ചെയ്ത് ഇത് കിട്ടണം എന്ന് ഞാൻ ടീമിനോട് പറഞ്ഞു, നമുക്ക് ഇതായിരിക്കണം, നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ നാടൻ കരിക്കിനെ വെട്ടി പാക്കിലായി ഇതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അതിനിടയിൽ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻസ് വന്നു, തമിഴ്നാടിന് ഓപ്ഷൻസ് വന്നു, ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഓക്കെ, അപ്പൊ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമുക്ക് പുതിയ ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ബേബി സംസാരിക്കാറില്ല, ഇത് കേട്ട് 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 കുറെ സംസാരിക്കും വിചാരിക്കും. കുറച്ച് കഴിഞ്ഞാൽ സംസാരിക്കും. സംസാരിച്ച് നമ്മൾ നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങള് പിന്നെ കരിക്ക് എന്തായാലും അത് പാക്ക് ചെയ്ത് വെക്കണം തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് കരിക്ക് നമുക്ക് ചെയ്യണം, അതായത് എന്തുകൊണ്ടും ഇതിനെ ഗ്ലോബലൈസ് ചെയ്യണം എന്നുള്ളതായി. പക്ഷെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അറൗണ്ട് ഞാൻ ആശയങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബട്ട് നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ആൾറെഡി നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ ചെയ്ത് എക്സ്പെർട്ടീസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ടുപോയി ചാടാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളെന്താ നോക്കുക, ഇതിന്റെ ബാക്ക്വേർഡ് വർക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇറക്കലല്ല, പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച കസ്റ്റമേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്കൊരു തിങ്കിങ് ഉണ്ടാവില്ല, കസ്റ്റമേഴ്സിന് ഇതായിരിക്കും ആവശ്യം. അപ്പൊ നമ്മൾ ഇതിപ്പോ കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ഇങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. കേരളത്തിന്റെ ഒരു സാധനമായിട്ട് നമുക്ക് കേരളത്തിന്റെ ഒരു സാധനമായിട്ട് കൊടുക്കണം, കേരളത്തിന്റെ നല്ലൊരു ബ്രാൻഡായിട്ട് വളർത്തണം എന്നല്ലേ. അപ്പോൾ എനിക്ക് ഈ ഉത്തരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ 4-5 വർഷം വർക്ക് ചെയ്ത്. ഇപ്പൊ പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് ബ്രാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവയിലും ആൾറെഡി കോക്കനട്ടിൽ, അപ്പം ഞാൻ പറഞ്ഞു കോക്കനട്ടിൽ നമുക്ക് ചെയ്യാം. ലുലുവിലൊക്കെ നല്ല രീതിയിൽ തന്നെ കോക്കനട്ടിൽ കരിക്കിൽ ആൾറെഡി ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അത് ഞാൻ ശരിക്കും എന്റെ ഉദ്ദേശിച്ച SKU അല്ല ശരിക്കും. ബട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി കോക്കനട്ട് റിലേറ്റഡ് ഒരു സാധനം ആവണം, എന്നാൽ ബ്രാൻഡ് ആക്ടിവേഷൻ നടക്കണം, കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ ഇതിന്റെ ഈ ജേണിയിൽ ഞാൻ എൻ്റെ കോഫൗണ്ടർ തന്നെ അറിയാം, അതേമാതിരി എൻ്റെ കോഫൗണ്ടർ ആയിട്ട് നിൽക്കാൻ പറ്റും കിരൺ എന്ന് പറഞ്ഞിട്ട്. കിരൺ കഞ്ചിക്കോട് ഇൻഫ്രണ്ടൊക്കെ വൈസ് പ്രസിഡന്റ് ആണ്. ഈസ് വൺ അവിടെ കഞ്ചിക്കോട് എല്ലാവർക്കും കിരൺ നന്നായിട്ട് അറിയാം, അതായത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അപ്പൊ കിരൺ അവർ ആൾറെഡി ഒരു ബ്രാൻഡും ഒരു ഇതൊക്കെ പോക്കറ്റ് വാട്ടർ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വാട്ടർ ഇതൊക്കെ ഒരു ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നത്. പക്ഷെ കിരണൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പക്ഷേ എന്നിട്ട് ഫാക്ടറി സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം അവരൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്കെയിൽ ചെയ്യാൻ ഇല്ല ബുദ്ധിമുട്ട്. പ്രൊഡക്റ്റ് റൈറ്റ് ആയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നതിനർത്ഥം. അപ്പൊ ഇവരെ പ്രശ്നം എന്ന് പറയുന്നത് എന്തിലാണ്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഞാൻ അതിനും മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെ എങ്ങനെ ഈ സാധനത്തിനെ ഗ്ലോബലൈസ് ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ച് കിരണിനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കിരൺ ആണെങ്കിൽ ഫസ്റ്റ് വെൻ വി മീറ്റ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും അവനും ഇപ്പൊ കിരണും ചിന്തിക്കണം, എഗെയിൻ ഇപ്പൊ ഈ പ്രോജക്ട് ഒരു വട്ടം നിർത്തിപ്പോയത്, ഇനിയിപ്പോ എഗെയിൻ ഇതിനൊക്കെ തന്നെ വരണം അത് ചെയ്യാനത്, കാരണം ഞാൻ ഇത് ഫെയിൽ ചെയ്താണ് ഇങ്ങനത്തെ കാരണം കുറെ ഇതിന്റെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കിരണിന്റെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റ്, അതായത് എല്ലാം കൊണ്ടും ഉഷാറാണ്. പക്ഷെ ഇതിനെ സ്കെയിൽ ചെയ്തിട്ടില്ല. നമുക്ക് അപ്പം കിരണോടാണ് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റും ഇത്രയും കാരണം പ്രൊഡക്റ്റ് നമുക്ക് നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാം. കുക്കീസ് ഞാൻ ചെയ്തു, നല്ല പ്രൊഡക്റ്റാണ് പറഞ്ഞു, കറക്റ്റ്. ബട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത് കാരണം എന്തുണ്ടായിരുന്നു, കേടായി പോയി, പാക്കേജിങ് ക്വാളിറ്റി, ഇങ്ങനത്തെ ഇഷ്യൂസ്. അപ്പോൾ എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊഡക്റ്റ് നന്നായതുകൊണ്ട് കാര്യമില്ല, ഇതിനെ കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയണം. അപ്പൊ ഞാൻ ഈ ജേണി പിന്നെയും തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ എഗെയിൻ കിരൺ വർക്ക് ചെയ്ത മാതിരി പിന്നെ ഒരു 10 വർഷം ഞാൻ ഇതിന് വർക്ക് ചെയ്യാൻ നിൽക്കണം, ബാക്കോട്ട് വർക്ക് ചെയ്യാൻ നിൽക്കണം ഇതിലേക്ക്. അപ്പൊ ആൾറെഡി എനിക്ക് ഇങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഉള്ള ഒരാളവിടെ ഉണ്ട് എല്ലാം കൊണ്ട്. അപ്പൊ ഞാൻ കിരണോട് പറഞ്ഞു, ഇത് നമ്മൾ വിടാൻ പാടില്ല, ഈ എന്തുകൊണ്ടും നമ്മൾ ഇതിനെ ബിസിനസ് ആക്കിയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും. കാരണം ഞാൻ ആൾറെഡി ഇത് ഇങ്ങനെ ചെയ്യണു, നമ്മൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഇതിനെ ഇന്റർവ്യൂക്ക് കമ്മിറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇത് നമ്മൾ ബിസിനസ് ആക്കുന്ന കാര്യം നമ്മൾ ഏൽക്കും, നോ ഡൗട്ട്. അത് നമുക്ക് എന്തായാലും സക്സസ് ആയിട്ട് കേരളത്തിന്റെ ഒരു സ്വന്തം സാധനമായിട്ട് നമ്മൾ വളർത്തും. കേരളത്തിന്റെ ഒരു മിൽമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേരളത്തിന്റെ കരിക്കാക്കിയിട്ട് നമ്മൾ കരിക്കിനെ മാറ്റും എന്നത് സെറ്റാണ് പറഞ്ഞു. അപ്പൊ കിരൺ ആദ്യമൊക്കെ പറയുമ്പോ ഇതിപ്പോ രദീപ് ഇങ്ങനെ തള്ളി മറിക്കുന്നത് കാര്യമൊക്കെ നടക്കുമോ, ഞാൻ പറഞ്ഞു കിരൺ ഭായി ഇത് നോക്കിക്കോളി, നമുക്ക് സാധനം സെറ്റാക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് ഞങ്ങൾ ഇത് ചെയ്ത് ഫസ്റ്റ് ബാച്ചുകൾ ഔട്ട് ചെയ്ത്, പിന്നെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മോഡൽ ഇപ്പോൾ നെറ്റ്വർക്ക് വെച്ചിട്ട് എല്ലാ മോഡേൺ ട്രേഡുകളിലും ക്യൂക്കോമേഴ്സുകളിലും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സ്വിഗ്ഗിയിൽ ഇതിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും എല്ലായിടത്തും. ഇപ്പോൾ എനിക്ക് കൊണ്ട് കോക്കനട്ട് ഓയിലൊക്കെ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്ത്
ഇതിൻ്റെ എക്സ്പേർട്ടീസ് നമുക്ക് എല്ലായിടത്തും യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വാട്ടർ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ ഈ ഇയർ ഞങ്ങൾ ഖത്തർ ലോഞ്ച് ചെയ്ത് UAE ലോഞ്ച് ചെയ്തു, ഒമാൻ ലോഞ്ച് ചെയ്തു. ഇപ്പൊ സാധനം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഗ്രേറ്റ് പ്രൊഡക്റ്റ് പ്ലസ് അമേസിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഗ്രേറ്റ് പ്രൊഡക്റ്റ് പ്ലസ് അമേസിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാനും കിരണും ഞങ്ങൾ രണ്ടാളും ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഉള്ളൂ, ഈ ബ്രാൻഡ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിനെ ഇത് ചെയ്ത് സ്കെയിൽ നമ്മൾ പറയില്ല, സ്കെയിൽ ചെയ്യാനൊരു മോഡലിന് വേണ്ട നമുക്ക് കാര്യം. അപ്പോൾ നമ്മളൊപ്പം നമ്മളൊരു കോഫൗണ്ടർമാർ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എക്സ്പെർട്ടീസ് എല്ലാവരും നമ്മൾ എക്സ്പേർട്ട് എന്താണോ നമുക്ക് എക്സ്പെർട്ടിസം ഇല്ലാതെ പടച്ചോ എല്ലാവർക്കും എല്ലാം തരില്ല. ദൈവം എല്ലാവർക്കും എല്ലാതും കൊണ്ടും ഒത്തൊരാളില്ല. അപ്പൊ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഇവിടെ എന്റെ കപ്പിൾ മെന്റർപ്പെട്ട് ഞങ്ങൾ ഈ ഒരു ജേർണിയിൽ ഈ ബിസിനസ്സിൽ എനിക്ക് ഇവള് പല കാര്യങ്ങളും എനിക്കൊപ്പം സ്റ്റാൻഡ് ചെയ്തുന്ന ആളാണ്. അതുപോലെ തന്നെ എന്റെ ഈ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബ്രാൻഡിൽ എനിക്ക് വേണ്ട കാര്യം എന്താണ്, ഈ ബ്രാൻഡിൽ ഞാൻ വിട്ടു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇതിൽ കൊടുക്കാൻ കഴിയാത്ത സാധനം ആരുടെ അടുത്തുണ്ട്, കിരണിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ ഇനി ബിസിനസ് ആക്കാന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഫുൾ ഇനി ഞങ്ങളിപ്പോൾ ഇപ്പോൾ പുതിയ ഫാക്ടറിൻ്റെ വർക്ക് കഞ്ചിക്കോട് പുതിയ ഫാക്ടറി നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ബോട്ടിലിംഗ് യൂണിറ്റിൽ നമുക്ക് എത്താത്ത വിഷയങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ ഫാക്ടറി കഞ്ചിക്കോട് ആൾറെഡി ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെയും ഞങ്ങളൊരു ലെറ്റ്സ് ഒരു 1.5 to 2 million ബോട്ടിൽസ് ചെയ്യണം മന്ത്ലി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഞങ്ങൾ എടുക്കുന്ന കരിക്കിന് എക്സ്പെർട്ടീസ്, കരിക്കിൻ്റെ ക്വാളിറ്റി, എടുക്കുന്ന രീതി, കേരളത്തിൻ്റെ കരിക്ക്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് ഡേറ്റ് കൊടുക്കാനല്ലേ. ഞങ്ങൾ റെട്ടോട്ട് പ്രോസസ്സാണ് ചെയ്യുന്നത്, ഷെൽഫ് ലൈഫ് കൂട്ടാൻ, ജപ്പാനീസ് ടെക്നോളജി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല, സ്റ്റെറിലൈസ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇനി ഇതിനെ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡാക്കിയിട്ട് ലോകമെമ്പാടും എത്തിക്കുക. എല്ലാവർക്കും നമുക്ക് പ്രൗഡാക്കാൻ പറ്റുന്നൊരു ബ്രാൻഡായിട്ട് ലോകമെമ്പാടും എത്തിക്കണം എന്ന് തന്നെയാണ് കരിക്കിൻ്റെ ആശയം. ഇൻഷാ അല്ലാ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. എന്തായാലും ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളൊരു മിഷനിലാണ്. അതെന്തുകൊണ്ടും ദൈവം സഹായിച്ചിട്ടൊക്കെ ശരിയാവട്ടെ എന്ന് തന്നെയാണ്. മറ്റേ ഇത് പറഞ്ഞാൽ എല്ലാതും ശരിയായിക്കോളുന്നില്ല, പക്ഷെ ശരിയാക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒന്നും നടന്നില്ല, ഇതൊക്കെ നമ്മൾ ഇനി എല്ലാം ദൈവം സഹായിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന കാര്യത്തിൽ എല്ലാതും നമ്മൾ ചെയ്തു ഭയങ്കര സംഭവമായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമുക്ക് ചെയ്തിട്ട് ഒന്നും ശരിയായില്ലാണെങ്കിലും നമുക്ക് അത് ചെയ്തില്ല. ഇപ്പൊ ഷാൻ ബ്രോ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഷോ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എല്ലാം ചെയ്തിട്ട് ശരിയാണെന്നില്ല, പക്ഷെ ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവിടെ ഇരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ ചെയ്യണ ഒരു കാര്യം, ഇപ്പൊ ഷാൻ ബ്രോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കൊമേഴ്സിൽ എനിക്ക് സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എവിടെ എന്താ ആരോട് ചോദിക്കും എങ്ങനെ ചോദിക്കുന്നില്ല ഉത്തരല്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ അല്ല വരുന്ന യൂത്തിന് നിങ്ങളൊരു ഓപ്ഷൻ. ഇപ്പൊ അഗെയിൻ നിങ്ങളടുത്തേക്ക് വരാനുള്ള കണക്റ്റും കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു യുണീക്ക് സംഭവം തന്നെയാണ്. ഇത് നിങ്ങൾ സ്കെയിൽ ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ ഇനിയും വലുതാക്കാൻ നോക്കുക, ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഷാൻ ബ്രോക്ക് അറിയുന്നുണ്ടോ, സ്കെയിലപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കമ്പനി ഉണ്ടല്ലോ, ഞാൻ ഡയറക്ടറാണ്, ആ കമ്പനിയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ നജീബ്ക്കാണ് ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഈ കമ്പനിയൊക്കെ ഉണ്ടാക്കും നമുക്ക് ഉദ്ദേശത്രേ ഉള്ളൂ. നമ്മൾ മാത്രം അന്ന് ഞാൻ നജീബ് ഖാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മാത്രം കച്ചവടക്കാരായ പോരാ, നമുക്ക് എല്ലാവരും കച്ചവടക്കാരാക്കണം, എല്ലാവരും വളർത്തണം. കാരണം ഇനിയുള്ള കാര്യം കോമ്പറ്റീഷൻ എല്ലാം മനസ്സിലുണ്ട്, കൊളാബറേഷൻ ആണ്. കാരണം ഞാൻ ഇപ്പോൾ കിരണിനെ ഞങ്ങൾ ചൂസ് ചെയ്തു, അല്ല ഈ ഇതേപോലെ എൻ്റെ കൂടെ എൻ്റെ വൈഫിനെ റൈറ്റ് ഹാൻഡ് ആക്കി നിർത്തുന്നു. അല്ല ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലേ ശരിയാവുള്ളൂ, വേറെ ആരും പറ്റില്ല, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കാലമാണ്. അത് നമ്മൾ ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾ വളർന്നെത്തുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ഇഫ് യു തിങ്ക് ബിയോണ്ട് ദാറ്റ് നമുക്ക് ആ എക്സ്പെർട്ടീസും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾ ആക്കുന്നുണ്ട്. നിങ്ങളെ മാതിരത്തെ നല്ല നല്ല കമ്മ്യൂണിറ്റീസും കാര്യങ്ങളും ഇനി വരട്ടെ, ഇതുപോലെ പല പല ആളുകൾക്കും ഇനി ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ, അവർക്ക് ഈസി ആക്കട്ടെ. കാരണം പാത്ത് ഇനി ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇനി നമ്മൾ അന്ന് ഓടിയുന്ന മാതിരി അത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളുടെ അടുത്ത് എല്ലാ ഓപ്ഷൻസും സൊല്യൂഷൻസ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ആ ഈസിയർ ആക്കാനുള്ള പാത്തുണ്ട്. ഇതെല്ലാവർക്കും നല്ലൊരു നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ്. ഇതിനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. കാരണം യങ് ജനറേഷൻ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഡ്രഗ്സും ബാക്കിയുള്ള കാര്യങ്ങളും അഡിക്ഷൻ ആയി പോകുന്നതിന് പകരം ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിൽ ഇതിലൊക്കെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് വരട്ടെ, എന്തെങ്കിലും വി വാണ്ട് ടു ഡു സംതിങ് അവർ സെൽഫ് നിന്റെ തോട്ട് പ്രോസസ്സ് വരട്ടെ. കാരണം നല്ല നല്ല യങ് എനർജി ഇതാണ് ലഹരി, ഇയാൾ പറഞ്ഞാൽ ഇതാണ് ലഹരി എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യട്ടെ. ഇനിയും വലിയ വലിയ ഇപ്പം ഞാൻ തേങ്ങനെയും കരിക്കിനെയും പറഞ്ഞാൽ ചക്കി വാങ്ങി പല കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ ഇതിവിടെ ഇതുണ്ട്, ഇതിലൊക്കെ ഇനിയും വിപുലീകരിക്കാൻ നോക്കട്ടെ. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. നമ്മളെ തമ്പനയിലെ
പണ്ട് ഞങ്ങൾ പറയണ്ടായിരുന്നു എന്ത് തേങ്ങയാണ് MYOP എന്നൊക്കെ നമ്മൾ കൊടുത്തിരുന്നത്, ഇത് എന്ത് തേങ്ങയാണ് കരിക്ക്. അപ്പൊ എനിവേസ് അടുത്തേക്കൊന്ന് ഇനിയൊരു എപ്പിസോഡ് ചെയ്യാം നമുക്ക് എദ്വിനെയും കരിക്കിനെയും വെച്ചിട്ട് ഡീറ്റെയിൽ കഞ്ഞിക്കോട് ഫാക്ടറിന്. ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതെ നമ്മളെ പാക്കിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്, നിങ്ങളുടെ അടുത്ത് കുറെ പഠിച്ചു. ഓക്കെ, സോ പിന്നെ பார்க்கலாம். താങ്ക് യു ഷാൻ ബ്രോ. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം എങ്ങനെ നമുക്കൊരു പ്രോബ്ലം കണ്ടുപിടിക്കാം, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ആ സൊല്യൂഷൻ എങ്ങനെ ഒരു ബിസിനസ് ആക്കാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നിങ്ങൾ വിചാരിക്കുന്നു. അത് തന്നെ ഒരു കണ്ടന്റ് ഫസ്റ്റ് ഫോർമാറ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്. അണ്ടിൽ വി മീറ്റ് അഗെയിൻ.